അന്വേഷണം നടത്താനായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് 1400-ലധികം ആളുകളുണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റുകൾ പരിശോധിച്ചിട്ടാണല്ലോ കേസെടുക്കുക എന്നുള്ളതല്ല. ആദ്യമേ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടല്ലേ വേറെ എന്ത് വേണമെന്ന് വരുന്നത്. എന്തായാലും തെറ്റായ രേഖകൾ ചമയ്ക്കുകയോ തെറ്റായ കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. അതിന് യാതൊരു തർക്കവുമില്ല. പക്ഷെ അത് പരിശോധിച്ച് ഓരോ വകുപ്പുകളിലേക്കും ഉള്ളത് അയച്ചു കൊടുക്കുക. അതിൻ്റെ ഇൻസ്പെക്ഷൻ്റെ ഭാഗമായിട്ട് വന്ന വിവരമാണ്. അവരത് നോക്കണം. അതിൻ്റെ ഇനിയിപ്പോൾ എന്തെങ്കിലും അതിനകത്ത് പരിശോധിക്കാനുണ്ടോ നോക്കണം. പിന്നെ ഈ ആളുകളോട് വിശദീകരണം ചോദിക്കണം, കാര്യങ്ങൾ വേണം. അങ്ങനെ ഒരു നടപടിക്രമമല്ലേ നിങ്ങൾ പറയുന്നത്. ആദ്യമേ കേസെടുക്കുക, അതൊക്കെ നടപടിക്രമം അനുസരിച്ച് എന്താണെന്നൊക്കെ അവർ ചെയ്യും. എന്തായാലും തെറ്റായ കാര്യങ്ങൾക്കെതിരെയുള്ള ശക്തമായ നടപടി ഉണ്ടാവും. അതിൻ്റെ കാര്യങ്ങളിൽ ആ റിപ്പോർട്ട് ഇന്നിപ്പോൾ. നമസ്കാരം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈയിട്ട് വാരിയവർക്കെതിരെ കടുത്ത നടപടിയുമായി സംസ്ഥാന ധനവകുപ്പ്. തെറ്റായ രേഖ ചമച്ചത് അത്യന്തം ഗൗരവതരം. വിശദീകരണം ചോദിച്ച് നടപടിക്രമങ്ങൾ പാലിച്ചുള്ള നടപടികൾ. കോട്ടക്കൽ നഗരസഭയിലെ തട്ടിപ്പിൽ വിജിലൻസ് അന്വേഷണം. നഗരസഭയിലെ 7-ാം വാർഡിൽ ഗുണഭോക്താക്കളിൽ 42 പേരിൽ 38 പേരും അനർഹർ. ഒരു വാർഡിൽ മാത്രം ഇത്ര അനർഹർ എങ്ങനെ കടന്നുകൂടി? കോട്ടക്കൽ നഗരസഭയിലെ ഉദ്യോഗസ്ഥർ അറിയാതെ എങ്ങനെ ഇത്രയധികം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടുന്നു? 2022 മുതൽ നടക്കുന്ന അന്വേഷണം എന്തുകൊണ്ട് നഗരസഭ ഗൗരവമായി എടുത്തില്ല? 42-ൽ 38 പേരുടെ പെൻഷൻ സസ്പെൻഡ് ചെയ്തു എന്ന് നഗരസഭ അധ്യക്ഷ തന്നെ പറയുമ്പോൾ നാളിതുവരെ തട്ടിപ്പിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരെ നഗരസഭ സംരക്ഷിച്ചത് എന്തിനാണ്? സംസ്ഥാനത്ത് സർവീസിലിരിക്കുന്ന അസിസ്റ്റന്റ് പ്രൊഫസർമാരും ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകളിലൊക്കെയുള്ള മറ്റു ഉദ്യോഗസ്ഥരും പെൻഷൻ വാങ്ങുന്നവരും ഈ കൈയിട്ട് വാരലിൻ്റെ ഭാഗമായത് എങ്ങനെയാണ്? ഇക്കാര്യത്തിൽ സർവീസ് സംഘടനകളുടെ നിലപാടെന്ത്? കേവലം 600 രൂപയായിരുന്ന സാമൂഹ്യ പെൻഷൻ ഇടത് സർക്കാർ ഇപ്പോൾ 1600 രൂപയാക്കി. ഇനിയും പെൻഷൻ തുക വർദ്ധിപ്പിച്ച് 2500 ആക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്ന പിണറായി സർക്കാർ BMW-യിൽ പോയി പെൻഷൻ വാങ്ങുന്നവരെയും AC-യും വലിയ വീടും കാറുമുള്ളവർ കൂടുതൽ പാവങ്ങൾക്ക് കിട്ടേണ്ട പെൻഷൻ കൈക്കലാക്കുന്നതിനെയും കടുത്ത നടപടികളിലൂടെ തടഞ്ഞ് കൂടുതൽ പേർക്ക് കൂടുതൽ പെൻഷൻ കൊടുക്കാൻ സർക്കാർ ഒരുങ്ങുകയാണ്. പെൻഷനിൽ കൈയിടുന്ന സാമൂഹ്യ വിരുദ്ധർ, പെൻഷൻ തട്ടിച്ചതിന് ടെൻഷനിലായവർ. ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നു. ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നവർ: CPIM നേതാവ് മുൻ MP കൂടിയായ ഡോക്ടർ എ സമ്പത്ത്, NGO യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് MV ശശിധരൻ, NGO അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ചവറ ജയകുമാർ, കോട്ടക്കൽ നഗരസഭയുടെ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ എന്നിവർ. ഏറ്റവും ആദ്യം ഡോക്ടർ ഹനീഷയിലേക്കാണ് പോകുന്നത്. ഡോക്ടർ ഹനീഷ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിത്. കോട്ടക്കൽ നഗരസഭ ഇന്ന് വാർത്തയിൽ തെളിയുന്നത് ഈ സംസ്ഥാനത്തിൻ്റെ പ്രസ്റ്റീജ് ക്ഷേമ പദ്ധതിയായ ഈ പെൻഷൻ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, അതിൽ കൈയിട്ട് വാരിയവരിൽ ഏറിയ പങ്കും വലിയൊരു ശതമാനം കോട്ടക്കൽ നഗരസഭയിലുണ്ട് എന്നുള്ളത് പുറത്തു വരുമ്പോഴാണ്. അവിടുത്തെ 7-ാം വാർഡ് പ്രത്യേകിച്ച് ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്കുകളൊക്കെ വരുന്നതും. എന്താണ് നഗരസഭ ഇക്കാര്യത്തിൽ ഇതുവരെ ചെയ്തിട്ടുള്ളത്? ജില്ലാ ധനകാര്യ പരിശോധന 2021-ലാണ്, 11-ാം മാസം 2021-ലാണ് നടത്തപ്പെട്ടത്. അതിൽ ഇപ്പോൾ പറയുന്ന അനർഹർ എന്ന 42 പേര് എന്ന് പറയപ്പെടുന്ന അനർഹർ എന്ന 42 പേര് 63 പേരുടെ ഈ പരിശോധന നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിക്ക് ഫിനാൻസ് കോഡിൻ്റെ വക വെറും 3 രേഖകൾ സമർപ്പിക്കാൻ വേണ്ടി മാത്രമാണ് നമുക്ക് കത്ത് ലഭിച്ചിട്ടുള്ളത്. അതിലൊന്ന് 63 ആളുകളുടെ പേരും വിവരവും അതിൻ്റെ പെൻഷൻ അപേക്ഷയും അനുബന്ധ രേഖകളും സമർപ്പിക്കണം എന്ന് പറഞ്ഞ ഒരു കത്ത്. അത് 2021 11-ാം മാസത്തിലാണ് വന്നിട്ടുള്ളത്. രണ്ടാമത് 20 വീടുകളുടെ സ്ക്വയർ ഫീറ്റ് കണക്ക് കാണിക്കണം എന്ന് പറഞ്ഞ രണ്ടാമത്തെ കത്ത്. മൂന്നാമത് വന്നത് ഈ പെൻഷൻ ID നമ്പറും അതുപോലെ അർഹത പരിശോധിച്ച ഉദ്യോഗസ്ഥൻ്റെ പേര്, തസ്തിക, പെൻ
ഇത്രയും കാര്യങ്ങൾ അറിയിക്കണം എന്ന് പറഞ്ഞ 3 ലെറ്റർ മാത്രമാണ് ധനകാര്യ പരിശോധനയുടെ ഭാഗമായിട്ട് കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ ലഭിച്ചിട്ടുള്ള 3 കത്തുകൾ. ഇത് മൂന്നിനും കൃത്യമായിട്ട് മറുപടി കോട്ടക്കൽ നഗരസഭ നൽകിയതാണ്. ധനകാര്യ ഇൻസ്പെക്ഷൻ വിഭാഗത്തിന് കൊടുത്തിട്ടുണ്ടോ? ഈ 3 ലെറ്റർ മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. ഈ 3 ലെറ്ററിനും മറുപടി നമ്മൾ കോട്ടക്കൽ മുനിസിപ്പാലിറ്റി നൽകിയതാണ്. അല്ല, മറുപടി കൊടുത്തോ എന്നുള്ളതല്ല, ആ മറുപടിയിൽ ഈ പറഞ്ഞ ആവശ്യപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ കൊടുത്തിട്ടുണ്ടോ? മുഴുവൻ കൊടുത്തിട്ടുണ്ട്. അതിൽ 20 വീടുകൾ എന്ന് പറഞ്ഞതിൽ സെക്രട്ടറി ME ചുമതലപ്പെടുത്തുകയും ME പോയി അത് പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 20 വീടുകളുടെ സ്ക്വയർ ഫീറ്റും നമ്മൾ അന്ന് നൽകിയതാണ്. ഈ പരിശോധിച്ച ഉദ്യോഗസ്ഥന്റെ പേര്, തസ്തിക അതും നൽകിയതാണ്. പിന്നീട് നമുക്ക് പിന്നീട് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. നിങ്ങൾ ഈ പറഞ്ഞ 42 അപേക്ഷകളിൽ 38 അനർഹർ എന്ന് പറഞ്ഞത് നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ അങ്ങനെ ഒരു രേഖ വന്നിട്ടില്ല. അല്ല, അത് ധനകാര്യ ഇൻസ്പെക്ഷൻ വിഭാഗത്തിന്റെ മറുപടി കിട്ടാത്തത് കൊണ്ടാണ് നഗരസഭ മറ്റ് നടപടികളിലേക്ക് പോകാതിരുന്നത് എന്നാണല്ലോ നഗരസഭ അധ്യക്ഷ പറഞ്ഞു വരുന്നത്, ഡോക്ടർ ഹനീഷ പറഞ്ഞു വരുന്നത്. പക്ഷേ ഇത് ഡോക്ടർ ഹനീഷ ഉൾപ്പെടെയുള്ള അവിടുത്തെ നഗരസഭയ്ക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണല്ലോ ഈ കണ്ടുപിടിച്ചിരിക്കുന്നത്. അവിടെ അനർഹരാണ്, ഈ 38 പേർ അനർഹരാണ്. അവർക്ക് എന്ത് ക്രൈറ്റീരിയ അനുസരിച്ചാണ് അവർക്ക് ഈ പെൻഷന് അർഹരായിരിക്കേണ്ടത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അതവിടെ പരിശോധിക്കുകയും അത് തെറ്റാണെന്ന് അവിടെ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ. 5288 ആളുകൾ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ ഇന്ന് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നവരുണ്ട്. 5288. ഇന്ന് വന്ന നമ്മുടെ കൗൺസിലിൽ അപേക്ഷ വന്നതിൽ ഏകദേശം 8ാം മാസത്തിൽ 46 അപേക്ഷ, 9ാം മാസത്തിൽ 24 അപേക്ഷ, 10ാം മാസത്തിൽ 51 അപേക്ഷ. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ വിലയിരുത്തി നോക്കി അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ പോയി ഈ അപേക്ഷ തന്ന ആളുകളുടെ പരിതസ്ഥിതിയും മറ്റു മാനദണ്ഡങ്ങളൊക്കെ നോക്കിയിട്ട് ശേഷമാണ് ഈ കൗൺസിലിൽ ഈ അപേക്ഷ വരുന്നത്. അപ്പോൾ ഇത്ര അധികം പെൻഷൻ അപേക്ഷകരുള്ള അല്ലെങ്കിൽ പെൻഷൻ നൽകിക്കൊണ്ടിരിക്കുന്ന മുനിസിപ്പാലിറ്റിയിൽ ഇത് 2010 ഒരുപാട് പണ്ട് കാലത്ത് പെൻഷൻ വാങ്ങിയിരുന്ന ആളുകളുടെയാണ് ഇപ്പൊ ഈ ക്രമവിരുദ്ധം എന്ന് പറഞ്ഞ് കാണിക്കുന്ന ലിസ്റ്റിലുള്ളത്. 2010 അന്നൊരു പക്ഷേ ഈ മാനദണ്ഡങ്ങളൊന്നും അന്ന് ബാധിച്ചിരുന്നുണ്ടാവില്ല. കാരണം വീട് അന്ന് ചെറിയ വീടായിരിക്കാം, ഇപ്പൊ അത് വലിയ വീടായിട്ടുണ്ടാവും, AC ഉണ്ടാവില്ല, അതുപോലെ തന്നെ കാർ ഉണ്ടാവില്ല. അല്ല, 2022 തന്നെയുള്ള കണക്കനുസരിച്ചാണല്ലോ ഈ 38 പേർ അനർഹരാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. അത് 7ാം വാർഡിൽ തന്നെ കണ്ടെത്തിയിട്ടുള്ളത്. അത് എങ്ങനെയാണ് ഇപ്പോഴത്തെ ഉദ്യോഗസ്ഥർക്ക് ഈ കാര്യത്തിൽ 5000 പേരുടെ കാര്യങ്ങൾ, 1000 ചില്ലറ പേരുടെ കാര്യങ്ങൾ നോക്കുന്നതിനുള്ള ജോലിഭാരം ഉള്ളതുകൊണ്ട് ഈ കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് എങ്ങനെയാണ് പറയാനാകുക? ഒരു നഗരസഭയല്ലേ, ആ നഗരസഭയിലുള്ള ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നതിന് 5000 പേരുടെ കാര്യത്തിൽ അന്വേഷിക്കുന്നതിനും പരിശോധിക്കുന്നതിനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് മറ്റു നഗരസഭകളിലൊക്കെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ആളുകൾക്ക് പെൻഷൻ കൊടുക്കുക? അതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് നഗരസഭയുടെ തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളുടെയൊക്കെ ജോലിയല്ലേ? ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ. ഇതിൽ എന്തെങ്കിലും ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നഗരസഭ അത് പരിശോധിക്കും, അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കും. അത് ആദ്യം മനസ്സിലാക്കാം. ഏകദേശം നമുക്കറിയാം ഈ കാര്യത്തിൽ ഇപ്പോൾ ഇത് കണ്ടെത്തുകയും അത് നടപടിയെടുക്കുകയും ചെയ്തിട്ടില്ലല്ലോ. ഒരു മിനിറ്റ് തീരുമാനിക്കട്ടെ, മുഴുവനാക്കട്ടെ. 1458 സർക്കാർ ഉദ്യോഗസ്ഥർ, സർക്കാർ ജീവനക്കാർ പെൻഷൻ പറ്റുന്നുണ്ട് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കിയത് കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള ഒരു ന്യൂസ് ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. കോട്ടക്കൽ മുനിസിപ്പാലിറ്റി ഇത്തരം അപാകത സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയെ മാത്രം ഒതുക്കേണ്ട ന്യൂസ് അല്ല ഇത്. ഇത് 1458 സർക്കാർ ഉദ്യോഗസ്ഥർ ഈ പെൻഷൻ വാങ്ങുന്നു എന്നുള്ളതല്ല കോട്ടക്കൽ നഗരസഭയുടെ മേലുള്ള ആരോപണം. കോട്ടക്കൽ നഗരസഭയിൽ BMW യാത്ര ചെയ്യുന്ന ആളുകൾ പെൻഷൻ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നുണ്ട്. അത് നിങ്ങൾക്കും അറിയാവുന്ന ആളുകളല്ലേ. 7ാം വാർഡിൽ ഈ പറയുന്ന 38 പേർ, 42-ൽ 38 പേർ അവിടെ അനർഹരാണെന്നുള്ളത് നിങ്ങൾക്കറിയില്ല. എന്തുകൊണ്ട് സംഭവിക്കുന്നു? നിങ്ങൾ എന്ത് നടപടി, ഒരു ഇഞ്ചെങ്കിലും നടപടി എടുത്തോ? ഇപ്പോഴും ധനകാര്യ ഇൻസ്പെക്ഷൻ വിഭാഗത്തിൽ നിന്ന് റിപ്പോർട്ട് വരാൻ കാത്തിരിക്കുകയല്ലേ?
63 പേരുടെ റിപ്പോർട്ടാണ് ധനകാര്യ ഫിനാൻസ് കോഡ് നമ്മളോട് ആവശ്യപ്പെട്ടത്. 63-ൽ 18 പേരും ഈ പെൻഷൻ പദ്ധതിയിൽ നിന്ന് സസ്പെൻഡഡ് ആണ്. അത് പല കാരണങ്ങൾ കൊണ്ടാണ്. ഇതുകൊണ്ടല്ല, മരണപ്പെട്ടവരുണ്ട്, മസ്റ്ററിംഗ് കൃത്യസമയത്ത് മസ്റ്ററിംഗ് നടത്താത്തവരുണ്ട്. ബാക്കി വരുന്ന ഈ 42 പേരിൽ ഈ 38 പേർ എങ്ങനെ വന്നു എന്നുള്ളതിന് യാതൊരു രേഖയും നമ്മുടെ കയ്യിലില്ല. അതായത് ഏത് മാനദണ്ഡത്തിലാണ് ധനകാര്യ കോഡ് ഇതുവരെ നമ്മൾ അറിയിച്ചിട്ടില്ല. കൗൺസിലർക്കല്ല, ഇത് ഉദ്യോഗസ്ഥ തലത്തിലാണ് ഇതിന്റെ അന്വേഷണം പോവുക. ഏതൊരാൾക്കും പെൻഷന് വേണ്ടി അപേക്ഷ സമർപ്പിക്കാം. ഈ അപേക്ഷ സമർപ്പിച്ച് ലഭ്യമാകുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഈ പെൻഷൻ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് റവന്യൂ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ICDS സൂപ്പർവൈസറോ മറ്റു ഉദ്യോഗസ്ഥർ പോയിട്ട് പരിശോധന നടത്തുകയാണ് ചെയ്യുക. പരിശോധന നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അവർ തരുന്ന റിപ്പോർട്ടാണ് നമ്മൾ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി. ഡോക്ടർ ഹനീഷ, എനിക്ക് മനസ്സിലായി. ഡോക്ടർ ഹനീഷ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം ഒരു അഴിമതി കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കാനും അത് അനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനുമല്ലേ നിങ്ങൾ ഉൾപ്പെടെയുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ള നിങ്ങളുടെ വലിയ നഗരസഭ തന്നെ ഉള്ളത്, തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ നിരീക്ഷിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് എന്ത് ഉപയോഗമെന്നുള്ളത് ആളുകൾ ചോദിക്കില്ലേ? അത് വീണ്ടും ഞങ്ങൾ പറഞ്ഞല്ലോ. ജില്ലാ ധനകാര്യ കമ്മിറ്റി സ്ക്വാഡ് നടത്തിയ അന്വേഷണത്തിന്റെ ഒരു റിപ്പോർട്ടും ഞങ്ങൾക്ക് ലഭ്യമായിട്ടില്ല. ഞങ്ങൾ കൊടുത്തത് ഒന്നുകൂടെ കേൾക്കണം. 63 ആളുകളുടെ പെൻഷൻ അപേക്ഷയും, ശ്രദ്ധിച്ചു കേൾക്കണം, 63 ആളുകളുടെ പെൻഷൻ അപേക്ഷയും അനുബന്ധ രേഖകളും അതിലപ്പുറം പിന്നീട് കൊടുത്തത് ഈ പെൻഷൻ അന്വേഷിച്ച ഉദ്യോഗസ്ഥന്റെ പേരും തസ്തികയുമാണ്. അതിനപ്പുറം അതായത് സംസ്ഥാന ധനവകുപ്പിന്റെ കീഴിലുള്ള ജില്ലാ ഓഫീസുകളിൽ നിന്ന് ഈ പരിശോധനാ വിഭാഗം വന്ന് നിങ്ങളുടെ അവിടെ അന്വേഷണം നടത്തി പരിശോധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ അവിടെ എന്ത് തോന്നിവാസവും നടക്കും. നിങ്ങൾക്ക് ആന്തരികമായി ഈ കാര്യങ്ങളൊക്കെ നോക്കാനുള്ള ഒരു സംവിധാനമില്ല. അല്ലെങ്കിൽ നിങ്ങൾ മനഃപൂർവ്വം അത് ചെയ്യുന്നു എന്ന് പറയേണ്ടി വരും. നിങ്ങൾ ഈ ബെനിഫിഷ്യറികളെ കണ്ടെത്തുന്നതിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ താല്പര്യങ്ങളുണ്ട് എന്ന് പറയേണ്ടി വരും. ഇടയിലൊന്ന് ഇടപെട്ടോട്ടെ. 42 ആളുകൾ നിങ്ങൾ ഈ പറഞ്ഞ ക്രമക്കേട് നടത്തി. നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഇത്തരത്തിലുള്ള. കാരണം വളരെ പാവപ്പെട്ട 1600 രൂപ മാത്രം മാസത്തിൽ കൈപ്പറ്റുന്ന ആളുകളാണ് ഈ പറഞ്ഞ ലിസ്റ്റിലുള്ളത്. അവരെ ഞാനൊരു റാൻഡം പരിശോധന ഇവിടെ ഇരുന്നു കൊണ്ട് ഇപ്പൊ നടത്തിയ റാൻഡം പരിശോധനയിൽ വളരെ പാവപ്പെട്ട് വാടക വീട്ടിൽ താമസിക്കുന്നവരുണ്ട്. അതിൽ നിങ്ങൾ പറഞ്ഞ BMW കാറിന്റെ അദ്ദേഹത്തെ ഞാൻ വിളിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയും ഭർത്താവും ഭാര്യയും തനിച്ചാണ് ആ വീട്ടിൽ താമസം. അയാളുടെ മകൻ BMW കാർ എന്ന് പറഞ്ഞ ഓണറുള്ള ഈ മകൻ, ഓണറായ ഈ മകൻ, അവർ താമസിക്കുന്നത് ബാംഗ്ലൂരോ മറ്റെവിടെയോ ആണ്. ഈ മകൻ അവിടെ താമസിക്കുന്നത് കൊണ്ട് ഈ അർഹതപ്പെട്ട ഈ അച്ഛനും അമ്മയ്ക്കും ഈ പെൻഷൻ കൈപ്പറ്റാൻ പാടില്ല എന്നുള്ളൊരു വ്യവസ്ഥ ഇല്ല. അല്ല, പിന്നെ എങ്ങനെയാണ് 38 പേർ 42-ൽ 38 പേർ അനർഹരാണെന്ന് നിങ്ങളുടെ കൗൺസിലർ തന്നെ കണ്ടെത്തിയത് എങ്ങനെയാണ്? അത്തരം കാര്യങ്ങൾ എങ്ങനെ വന്നു? കോട്ടക്കൽ മുനിസിപ്പാലിറ്റി പറഞ്ഞിട്ടില്ല. കൗൺസിലർ എന്ത് മാനദണ്ഡത്തിലാണ് പറഞ്ഞത് എന്ന് എനിക്കറിയില്ല. കാരണം കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ 38 പേർ അനർഹരാണ് എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. അത് ധനകാര്യ സ്കോഡും നമുക്ക് തന്നിട്ടില്ല. ശരി, സംസ്ഥാന ധനകാര്യ വകുപ്പിന്റെ റിപ്പോർട്ടിൽ അത്തരം കാര്യങ്ങളുണ്ട്. അതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നിങ്ങളുടെ കൗൺസിലർ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു വാർഡിൽ മാത്രം അന്വേഷിച്ച കാര്യങ്ങളാണ്. പക്ഷേ റാൻഡമായി ഒരു വാർഡിൽ അന്വേഷിച്ചപ്പോൾ തന്നെ ഇത്രയാണെങ്കിൽ കോട്ടക്കൽ നഗരസഭയിലെ മറ്റ് വാർഡുകളിൽ അന്വേഷണം നടത്തിയാൽ ഇതേപോലെ എങ്കിലും അവിടെ ഉണ്ടാകില്ലേ? ശരാശരി ഇത്രയും വെച്ച് ബാക്കിയുള്ള വാർഡുകളിലൊക്കെ നമ്മൾ കൂട്ടി നോക്കേണ്ടി വരില്ലേ? നിങ്ങൾ അന്വേഷിച്ചോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടോ? നിങ്ങൾ ഇതിനെ കോട്ടക്കൽ മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞ് കോട്ടക്കൽ മുനിസിപ്പാലിറ്റി ഈ ഒരു പ്രശ്നത്തെ കോട്ടക്കൽ മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞ് ചുരുക്കി കാണേണ്ടതില്ല. ഞാൻ വീണ്ടും പറയാണ്, ഇതിൽ ക്രമക്കേട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു കൗൺസിലർക്ക് ഇതിൽ ക്രമക്കേട് നടത്താൻ യാതൊരു സാധ്യതയും ഇല്ല. ഇതിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടപടിയെടുക്കും എന്ന് രാവിലെ മുതലേ നമ്മൾ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ക്രമക്കേട് കണ്ടുപിടിക്കാനുള്ള സംവിധാനം നിങ്ങൾക്കില്ലല്ലോ, നിങ്ങൾ നോക്കുന്നില്ലല്ലോ. നിങ്ങൾ അത് ധനകാര്യ ഇൻസ്പെക്ഷൻ വിഭാഗത്തിന്റെ റിപ്പോർട്ട് വന്നാലല്ലേ നിങ്ങൾക്കത് അറിയാൻ പറ്റുള്ളൂ. ഞാനൊരു കാര്യം പറയട്ടെ. അല്ല,
ഞാനൊരു കാര്യം പറയട്ടെ, ഇതിൽ കൃത്യമായിട്ട് മസ്റ്ററിംഗ് നടക്കുന്നുണ്ട്. മറ്റൊന്ന്, 2023 ശ്രദ്ധിച്ചു കേൾക്കണം, 2023 മാർച്ച് 31 ഈ പെൻഷൻ ലിസ്റ്റ് പുനഃക്രമീകരിക്കാൻ സർക്കാരിന്റെ ഓർഡർ പ്രകാരം വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നുണ്ടായിരുന്നു. 31 ഉള്ളിൽ ഹാജരാക്കിയ എല്ലാ വരുമാന സർട്ടിഫിക്കറ്റിലും ഹാജരാക്കാത്തവർക്ക് പെൻഷൻ തള്ളുകയും ഹാജരാക്കിയവർ 1 ലക്ഷത്തിന് താഴെ വരുമാനം ഉള്ളവരെ മാത്രമേ പെൻഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം സസ്പെൻഡഡ് ലിസ്റ്റാണ് അതൊക്കെ. അത് മനസ്സിലാക്കാം. അപ്പൊ ഈ അതിനുള്ള സോഴ്സ് നമുക്കില്ല. ഇത് അപ്പൊ ധനകാര്യ വകുപ്പിന്റെ ഇൻസ്പെക്ഷൻ വിഭാഗത്തിൽ നിന്ന് കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ തെറ്റാണ്, അല്ലാതെ നിങ്ങൾ ബാക്കിയുള്ളതിന് മുമ്പുള്ള കാര്യങ്ങളാണ്, അതൊക്കെ നിങ്ങൾ നടപടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കോട്ടക്കൽ നഗരസഭയിൽ ഇങ്ങനെ ഒരു പ്രശ്നവും ഇല്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? കണ്ടെത്തിയത് എന്താണെന്ന് ഇതുവരെ നമുക്ക് റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല. ഇനി കോട്ടക്കൽ നഗരസഭയിൽ 100% ഇതിൽ അർഹതപ്പെട്ടവരാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അങ്ങനെ കണ്ടെത്തിയാൽ തീർച്ചയായിട്ടും ഇനിയും നമ്മൾ ഈ നഗരസഭാ ചെയർപേഴ്സൺ എന്തുകൊണ്ടാണ് അത് ഉറപ്പിച്ച ആത്മവിശ്വാസത്തോടുകൂടി പറയാൻ പറ്റാത്തത്? കോട്ടക്കൽ നഗരസഭയിൽ ഉള്ള പെൻഷൻ വാങ്ങുന്ന ഉപഭോക്താക്കൾ അതിന് അർഹരല്ല എല്ലാവരും എന്ന് എന്തുകൊണ്ട് പറയുന്നു? മനസ്സിലാക്കേണ്ടത് നിങ്ങൾ മനസ്സിലായി, കോട്ടക്കൽ നഗരസഭയുടെ മാത്രം കാര്യമില്ല, മുഴുവൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും നിരവധി അപേക്ഷകൾ ഓരോ മാസവും ലഭിക്കുന്നുണ്ട്. ബാക്കിയുള്ള സ്ഥലത്ത് നമുക്ക് നോക്കാം. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് കോട്ടക്കൽ നഗരസഭയാണല്ലോ, നിങ്ങൾ ഭരിക്കുന്നത് കോട്ടക്കൽ നഗരസഭയാണല്ലോ. അവിടുത്തെ കാര്യം നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ മറ്റുള്ള കാര്യം എങ്ങനെയാണ് ചോദിക്കുക? അവരോടൊക്കെ ചോദിക്കുക. ക്രമക്കേട് കണ്ടാൽ അതിന് നടപടി എടുക്കും എന്നാണ് കോട്ടക്കൽ മുനിസിപ്പാലിറ്റി ആരെങ്കിലും കാണിച്ചു തരണം. നിങ്ങൾക്ക് നോക്കാനുള്ള സംവിധാനമില്ലേ? ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. ഡോക്ടർ അനീഷ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് മാത്രമല്ല, അത് കോട്ടക്കലിൻ്റെ കാര്യത്തിൽ മാത്രം നമ്മൾ കോട്ടക്കലിനെ ആക്ഷേപിക്കാനുള്ള ശ്രമമൊന്നുമില്ല. പക്ഷേ നമുക്കിപ്പോൾ മുമ്പിൽ വന്നിരിക്കുന്ന നമ്മുടെ മുമ്പിലുള്ള റിപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ കോട്ടക്കലിനെ സംബന്ധിക്കുന്നതായതുകൊണ്ട് അത് വളരെ ഗൗരവമുള്ളതുമാണ്. ഡോക്ടർ എ സമ്പത്ത്, ഈ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടി എന്താണ്? കോട്ടക്കൽ നഗരസഭയിൽ ഇത്തരമൊരു സംവിധാനം, അവിടുത്തെ അഴിമതി എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ അവിടെ സംവിധാനം ഇല്ല. ധനകാര്യ വകുപ്പിൽ നിന്നുള്ള റിപ്പോർട്ട് അവർ കാത്തിരിക്കുന്നു. അത് താമസിക്കുന്നതുകൊണ്ടാണ് അവർക്കത് നടപ്പിലാക്കാൻ പറ്റാത്തത് എന്നൊക്കെ പറയുന്നതിനെ എങ്ങനെയാണ് കാണേണ്ടത്? ഇവിടെ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ KN ബാലഗോപാൽ പറയുകയുണ്ടായി, തെറ്റ് ചെയ്തവർക്കെതിരായി കർശനമായ നടപടി സ്വീകരിക്കുക തന്നെ ഉണ്ടാവും. അവർ ഈ തെറ്റായ രേഖ ചമച്ചത് ഗുരുതരമായ സംഭവമാണ്. CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ മാഷും ഈ കാര്യത്തെ സംബന്ധിച്ച് ഇത് അപമാനകരമായ സംഭവം എന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹവും പറഞ്ഞിട്ടുള്ളത്. നമുക്കാർക്കും ഇത്തരം കാര്യങ്ങളിൽ യോജിക്കാൻ കഴിയുന്നതല്ല. പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത്, കേരളത്തിലെ LDF ഗവൺമെൻറ് കേരളത്തെ ഒരു ക്ഷേമ സംസ്ഥാനം, ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആക്കുന്നതിന് വേണ്ടിയുള്ള അതിദ്രുതം ആ പ്രവർത്തനത്തിലാണ്. നമ്മളൊരു സമൃദ്ധ സമൂഹമായി എത്തുന്നതിന് വേണ്ടി എന്ന് വെച്ചാൽ ഒരു മോഡറേറ്റ്ലി ഡെവലപ്ഡ് സൊസൈറ്റി എന്നുള്ള നിലയിലേക്ക് ഇന്ത്യയിൽ പലതുകൊണ്ടും നമ്മൾ മെച്ചപ്പെട്ട നിലയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ കള്ളനാണയങ്ങൾ എവിടെയെങ്കിലും ഉണ്ട് എങ്കിൽ അത് കണ്ടെത്തണം. ആ കണ്ടെത്തിയാൽ അത് നീക്കം ചെയ്യണം. അതിന് ഈ രോഗത്തിൻ്റെ ചികിത്സ, രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെയാണ് അത് നടത്തേണ്ടത്. അതിൽ നമ്മളിപ്പോൾ കേരളത്തിൽ നമ്മുടെ ക്ഷേമ പെൻഷൻ്റെ ഡാറ്റ ഡോക്ടർ ലാല്, അതിൽ 63.67 ലക്ഷം പേരാണ് കേരളത്തിലെ ക്ഷേമ പെൻഷൻ്റെ ഡാറ്റയിലുള്ളത്. അതിൽ 62 ലക്ഷത്തോളം വരുന്ന ആളുകൾ അവർ പെൻഷൻ ഗുണഭോക്താക്കളാണ്. ഇവിടെ ഈ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ പറഞ്ഞൊരു കാര്യത്തിൽ ഞാനൊന്ന് കൂട്ടിച്ചേർത്തോട്ടെ. എല്ലാ മാസവും 1-ാം തീയതി മുതൽ 15-ാം തീയതി വരെയുള്ള തീയതികളിലാണ് മസ്റ്ററിംഗ് നടത്താനുള്ള സൗകര്യം. ഒരിക്കൽ മസ്റ്ററിംഗ് നടത്തിയാൽ ആ മസ്റ്ററിംഗ് നടത്തുന്ന ആൾ ആ വർഷം ആ മാസം മുതൽ പെൻഷന് അർഹരാണ്. അപ്പം ഈ മസ്റ്ററിംഗ് എന്നുള്ളത് ഇത് റിന്യൂ ചെയ്ത് ഇത് വരുന്നതായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഈ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമായി മസ്റ്ററിംഗ് കൊണ്ട് തീരുന്ന ഒരു കാര്യമല്ല. ഇപ്പം നമ്മുടെ ഇവിടെ പ്രധാനമായും 5 വിഭാഗങ്ങൾക്കാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നത് കേരളത്തിൽ. അതിൽ ഒന്ന് കർഷക തൊഴിലാളികളുടെ പെൻഷനാണ്. അത് 1980-82 ഇന്ത്യയിൽ നടാടെ അന്ന് സഖാവ് VK നായനാരുടെ ഗവൺമെൻറ് കർഷക തൊഴിലാളികൾക്ക് പ്രതിമാസം 45 രൂപ പെൻഷൻ കൊടുക്കാനായി തീരുമാനിച്ചപ്പോൾ
ഇന്ന് LDFനെ എതിർക്കുന്നവരും അന്ന് എതിർത്തിരുന്നവരും ഇത് ഇറ്റ്സ് സിംപ്ലി എ ഡ്രെയിൻ ഇൻ ദ എക്സ്ചക്കർ എന്നുള്ള നിലയിലേക്കും ഇറ്റ്സ് എ ഷിയർ വേസ്റ്റ് ഓഫ് മണി എന്നുള്ള നിലയിലുമൊക്കെ അത്തരത്തിൽ നമ്മുടെ ചില സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പറയുകയുണ്ടായി. ഞങ്ങളെ പഠിപ്പിച്ച ചില അധ്യാപകർ പോലും അങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതരായ വനിതകൾക്കുള്ള പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ, മാനസികവും ശാരീരികവുമായ വെല്ലുവിളി നേരിടുന്നവർക്കുള്ള പെൻഷൻ, വിധവാ പെൻഷൻ എന്നിവയാണ് കേരളത്തിലെ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ ഭാഗമായിട്ടുള്ളത്. ഇതിൽ ഞാൻ ഈ പറഞ്ഞാൽ ആദ്യത്തെ രണ്ടും കേരളം സ്വന്തം നിലയിൽ പ്രഖ്യാപിച്ച് നടപ്പാക്കിയിട്ടുള്ള പെൻഷനാണ്. ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ ഇതിൽ 98% തുകയും ഈ കേരള സംസ്ഥാനമാണ് വഹിക്കുന്നത്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വിഹിതം എന്നുള്ള നിലയിൽ ഒരു 2% പോലും തികച്ച് കിട്ടാറില്ല. അത് സമയബന്ധിതമായി നമുക്ക് ലഭിക്കാറില്ല. ഇനി ഇത് മാത്രമല്ല, ഇതിൽ ചില ക്ഷേമനിധി ബോർഡുകളുണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള വരുമാനമുള്ളവരൊന്നുമല്ല. ആ ക്ഷേമനിധി ബോർഡുകൾ എന്നുള്ളതിൽ ഇപ്പോൾ ക്ഷീര കർഷകർ, അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾ, ലോട്ടറി തൊഴിലാളികൾ, കയർ തൊഴിലാളികൾ, ഖാദി തൊഴിലാളികൾ, വ്യാപാരികൾ, ചെറുകിട വ്യാപാരികൾ, അതിനകത്ത് അസംഘടിത തൊഴിലാളികൾ, ചുമട്ട് തൊഴിലാളികൾ, ആഭരണ തൊഴിലാളികൾ, ചെറുകിട തോട്ടം തൊഴിലാളികൾ, ഈറ്റ, കാട്ടുവള്ളി, തഴ തൊഴിലാളികൾ, ബീഡി ചുരുട്ട് തൊഴിലാളികൾ, തയ്യൽ തൊഴിലാളികൾ, കൈത്തറി തൊഴിലാളികൾ, കശുവണ്ടി തൊഴിലാളികൾ. ഈ ബോർഡുകൾക്ക് മതിയായ സാമ്പത്തിക ബലമില്ലാത്തതുകൊണ്ട് കേരള സർക്കാരാണ് ഇവർക്ക് ഈ പെൻഷൻ നൽകാനായിട്ട് അങ്ങനെ ഉള്ള സഹായം നൽകുന്നത്. അപ്പം നമ്മൾ ഇത് വാസ്തവത്തിൽ നമ്മുടെ ഇതൊരു മോഡലായി നമ്മൾ മുമ്പോട്ട് വയ്ക്കുമ്പോൾ കേരളത്തിലെ സംസ്ഥാന സർക്കാർ മുതൽ അങ്ങേയറ്റം ഇത് ഗ്രാമപഞ്ചായത്ത് തലം വരെയും അതിലുള്ള എല്ലാ ജനപ്രതിനിധികളും അവിടെ ആ ജനപ്രതിനിധികളായ ഉത്തരവാദിത്വം വഹിക്കുന്നവരും ഇക്കാര്യത്തിൽ സത്യസന്ധതയും സുതാര്യതയും അക്കാര്യത്തിൽ പുലർത്തുകയും അക്കാര്യത്തിൽ സൂക്ഷ്മതയും ജാഗ്രതയും ഉണ്ടാവുകയും വേണം. ഡോക്ടർ സമ്പത്ത്, അതിനകത്ത് ഈ പറയുന്ന ഗുണഭോക്താക്കൾ ഒരു പക്ഷേ പലതരത്തിലുണ്ടാകും. ഇപ്പോൾ ഈ 1458 സർക്കാർ ഉദ്യോഗസ്ഥർ ഇത് വാങ്ങുന്നു എന്ന് പറയുന്നതിനകത്ത് ഒരു പരിശോധന നടത്തിയപ്പോൾ അതിൽ പലരും വളരെ താഴെ തട്ടിലുള്ള ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ജോലികൾ ചെയ്യുന്ന ആളുകളാണ്. വികലാംഗരുണ്ട്, നമ്മൾ പല രീതിയിൽ കേൾക്കുന്ന ആളുകളുണ്ട്. അതിൽ തന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസർമാർ 2 പേർ കടന്നുകൂടിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. ഇപ്പുറത്തെ വശത്ത് ഈ സർക്കാർ ഉദ്യോഗസ്ഥരല്ലാത്തവരിൽ BMW ഉള്ള ആളുകളും 2000 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വീടുള്ള ആളുകളും AC ഉള്ള വീടുള്ളവരും ഒക്കെ ഉണ്ട് എന്നുള്ളതും ഇപ്പുറത്ത് കാണിക്കാൻ പറ്റുന്നത് പോലെ തന്നെ ഇവിടെയും ചില ആളുകളുണ്ട്. പക്ഷേ വളരെ പാവപ്പെട്ട ആളുകളും ഈ കൂട്ടത്തിലുണ്ട്. അവരെയൊക്കെ പല രീതിയിൽ സഹായിക്കുക എന്നുള്ള പേരിൽ ചില ഉദ്യോഗസ്ഥർ അതിനകത്ത് അഴിമതി കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ട് ഈ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തലപ്പത്തിരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വവും അവിടുത്തെ കൗൺസിലർമാരും ഒക്കെ വേണ്ട രീതിയിൽ അവർക്ക് വേണ്ട രീതിയിൽ വിത്തിൻ കോഡ്സ് അവർ ഇവരെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് കാണേണ്ടത്? ഇപ്പോൾ എന്തായാലും ഇത് സംബന്ധിച്ചുള്ള നമ്മുടെ ധനകാര്യ വകുപ്പ് ഇത് സംബന്ധിച്ച് കണ്ടെത്തിയിട്ടുള്ള ഈ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ അത് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. നല്ല കാര്യം. കോട്ടക്കൽ നഗരസഭയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ഇപ്പോൾ വിജിലൻസ് എൻക്വയറി അടക്കം അതിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ ഏതാനും ചില പുഴുക്കുത്തുകൾ അത്യപൂർവമായി ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇത് കൊള്ളയാണ്, ഇതെല്ലാം ഈ 62 ലക്ഷം ആളുകളും എല്ലാവരും അത്തരത്തിലാണ് എന്നൊക്കെ പറയാനും അത്തരത്തിൽ ചില ആളുകൾക്ക് വല്ലാത്ത വെപ്രാളമുണ്ട്. നമ്മൾ ഈ ഏത് നഗരസഭയായാലും ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അതെല്ലാം സർക്കാരിൻ്റെ ഭാഗമാണ്. ഭരണഘടനാ ഭേദഗതിയെ തുടർന്ന് അതെല്ലാം തന്നെ സർക്കാരാണ്. ഇപ്പോൾ ഞാൻ സ്ഥാപനമൊന്നല്ല, തദ്ദേശ സ്വയംഭരണ സർക്കാരാണ്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ ജനപ്രതിനിധികളും അതുമായി ബന്ധപ്പെട്ടുള്ള ആ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥരും അവരുടെ അറിവും സമ്മതവും ഇല്ലാതെ ബോധപൂർവമാണ് എങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരാം. അങ്ങനെ അതല്ല ഇപ്പോൾ ലാലു പറഞ്ഞ ഒരു കാര്യം അവിടെ വരാം. ഇപ്പോൾ ഇവിടെ ഒരു വിഷയം നമ്മളിപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു വാർഡിലെ ഞാനൊരു പാർലമെൻ്റ് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ തിരുവനന്തപുരം നഗരസഭയിൽ 1995 ഒരു കോർപ്പറേഷൻ കൗൺസിലറായി പൊതുപ്രവർത്തനം ആരംഭിച്ച ആളാണ്. ഞാൻ കോർപ്പറേഷൻ കൗൺസിലറായിരുന്ന ആളാണ് നഗരസഭയിൽ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വാർഡിലെ 42 പേർ പരിശോധനയ്ക്ക് വിധേയമായപ്പോൾ 38 പേർ അനർഹരാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു നമ്മുടെ കേരളത്തിലെ ഒരു നഗരസഭയിലെ ഒരു കോർപ്പറേഷൻ വാർഡിൻ്റെ പ്രതിനിധിക്ക് ആ ഭവനങ്ങളിൽ താമസിക്കുന്നവരെ അവിടെ ഈ ഗുണഭോക്താക്കളെ അറിയില്ല എന്ന് പറഞ്ഞാൽ അത് കണ്ണുമടച്ച് വിശ്വസിക്കാൻ അതുപോലെ തന്നെ ഒരു കാര്യമാണ്. അത് ഒരു വാർഡിൽ മാത്രം സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളതും അതേ ആ നഗരസഭയുടെ പരിധിയിലെ മറ്റു വാർഡുകളുടെ ഒരു പരിച്ഛേദമല്ലേ ആ ഒരു വാർഡ്.
നമ്മളിതൊരു ക്രോസ് സെക്ഷനായി ഈ കാര്യത്തെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഇത് ഞാൻ മീഡിയ ട്രയലിനൊന്നും അങ്ങനെ ഞാനിപ്പോൾ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ്. അപ്പോൾ ഞാനിപ്പോൾ അത് നമ്മുടെ സർവീസ് സംഘടനകളുടെ ഇപ്പോൾ NGO യൂണിയൻ്റെ NGO അസോസിയേഷൻ്റെ ഭാരവാഹികളുണ്ട്. അവർ സർവീസ് രംഗവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയട്ടെ. ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് കക്ഷി രാഷ്ട്രീയ പരിഗണനകൾക്ക് അതീതമായി നമ്മുടെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിലെയും തൊഴിലാളികളും ആ ചെറുകിട വ്യാപാരികൾ ഉൾപ്പെടെ പെൻഷനൈസായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള വലിയ അവരുടേതായിട്ടുള്ള സന്നദ്ധ പ്രവർത്തനവും സേവനവും ഒക്കെ ഉണ്ട്. അതൊട്ടും കുറച്ച് കാണരുത്. അവരുടെ നല്ല മനസ്സിനെ ആ വിധത്തിൽ അതിനെ പങ്കപ്പെടുത്തുന്ന നിലയിലുള്ള ചില വർത്തമാനങ്ങളാണ് ഈ വരുന്നത്. തങ്ങളുടേതായ ഭൂമിയടക്കം ഇവിടെ കയറിക്കിടക്കാൻ കിടപ്പാടമില്ലാത്തവർക്ക് ലൈഫ് മിഷനിൽ അങ്ങനെ ഈ കെട്ടിടം വെച്ച് കൊടുക്കുന്നതിന് വേണ്ടി അങ്ങനെ സമ്മാനിച്ചവരും എന്തിന് അവരുടെ കൂടി പണം കൂടി ചേർത്തുകൊണ്ട് അങ്ങനെ കെട്ടിടം കെട്ടിക്കൊടുത്ത് ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുത്തവരും അടക്കമുള്ളവരും ഈ കോവിഡ് കാലത്തും പ്രളയകാലത്തും അതിനുശേഷവുമെല്ലാം നമ്മുടെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും മറ്റ് പണിയെടുത്ത് ജീവിക്കുന്നവരുമെല്ലാം കേരളത്തെ ഒരു മാതൃകയാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചതുമല്ല. കക്ഷി രാഷ്ട്രീയമെല്ലാം വേറെ. മാത്രമല്ല ലോകം മുഴുവൻ ഒരു വളരെ പ്രസ്റ്റീജ് ആയി കാണുന്ന ഒരു പെൻഷൻ പദ്ധതി ആണ് കേരളത്തിലേത്. അങ്ങനെയുള്ളൊരു പൊതുവിദ്യാഭ്യാസ പദ്ധതിയാണ് നമുക്കുള്ളത്. അങ്ങനെ ഒരു പൊതുജന ആരോഗ്യ പദ്ധതിയാണ് നമുക്കുള്ളത്. അങ്ങനെ ഉള്ള പൊതുജന ആരോഗ്യ കേന്ദ്രങ്ങളാണ് നമുക്കുള്ളത്. ഇതെല്ലാം നമുക്ക് അഭിമാനിക്കാവുന്നതാണ്. അവിടെയാണ് അതിനെ തുരങ്കം വെക്കാൻ ചിലരെങ്കിലും തിരിക്കുന്നതിനെ നമുക്ക് നമ്മുടെ പദ്ധതികളെ അട്ടിമറിക്കാനായി വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് പക്ഷേ ചർച്ച ചെയ്യേണ്ടി വരുന്നത്. ഞാൻ വരാം ഡോക്ടർ സമ്പത്ത്. വളരെ പ്രധാനപ്പെട്ടൊരു പാനലാണിത്. ഒരിക്കലും ഒരു മീഡിയ ട്രയലായി ഇതിനെ കാണരുത്. നമ്മുടെ നാട്ടിലൊരു ശീലമാണ് ഈ മീഡിയ ട്രയൽ എന്നുള്ളത് കൊണ്ട് ആ നല്ല വാക്കാണ് ഡോക്ടർ സമ്പത്ത് ഉപയോഗിച്ചത്. അങ്ങനെ കാണരുത്. നഗരസഭാ ചെയർപേഴ്സൺ ആണെങ്കിലും ഡോക്ടർ സമ്പത്ത് മുൻ MP ആണെങ്കിലും ശ്രീ MV ശശിധരൻ NGO യൂണിയൻ്റെ സംസ്ഥാന അധ്യക്ഷൻ, ശ്രീ ചവറ ജയകുമാർ NGO അസോസിയേഷൻ്റെ സംസ്ഥാന അധ്യക്ഷൻ, വളരെ പ്രധാനപ്പെട്ട ഒരു പാനലിരിക്കുമ്പോൾ ആ ബഹുമാനത്തോടു കൂടി തന്നെയാണ് പ്രേക്ഷകർ, ആ താല്പര്യത്തോടു കൂടി തന്നെയാണ് ഈ ചർച്ചയെ കാണുന്നത്. ഒരു ചോദ്യം കൂടി ഞാൻ നഗരസഭാ അധ്യക്ഷനോട് ചോദിച്ചിട്ട് ഞാൻ മറ്റ് 2 അതിഥികളിലേക്ക് വരാം. ഡോക്ടർ അനീഷ, ഇതിപ്പോൾ ഡോക്ടർ സമ്പത്ത് ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു സർക്കാർ സംവിധാനമാണ്, ഒരു സർക്കാരാണ്, മിനി സർക്കാരാണ് ഒരു നഗരസഭ എന്ന് പറയുന്നത്. ആ നഗരസഭയ്ക്ക് മറ്റൊരു സർക്കാരിൻ്റെ, മേൽ സർക്കാരിൻ്റെ, സംസ്ഥാന സർക്കാരിൻ്റെ ഒരു റിപ്പോർട്ട് വന്നിട്ട് നടപടിയെടുക്കാമെന്ന് പറഞ്ഞ് കാത്തിരിക്കണോ ഈ അഴിമതി കാണിക്കുന്നവരുടെ മേൽ നടപടിയെടുക്കാൻ? അവിടുത്തെ ഒരു വാർഡിൽ ഈ പ്രശ്നമുണ്ടെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളും ഇത് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ. നമ്മൾ സർക്കാരിൻ്റെ ഒരു ഭാഗമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള കൃത്യമായ ബോധത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഒരു വാർഡ് ബാക്കിയുള്ള വാർഡുകൾക്ക് ഒരു പരിച്ഛേദമാവുകയില്ലേ എന്നുള്ളൊരു ചോദ്യം ചോദിക്കേണ്ടായി. വളരെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വാക്കായിട്ടാണ് എനിക്കത് മനസ്സിലായത്. കാരണം ഒരുപാട് 1600 രൂപയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഈ മുനിസിപ്പാലിറ്റി, നേരത്തെ പറഞ്ഞ പോലെ 5288 ഗുണഭോക്താക്കൾ പെൻഷന് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. അപ്പം എല്ലാവരെയും ഒരേ ഭാഷയിൽ നമ്മൾ അടിച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല എന്ന് പറയാൻ ഞാൻ ഈ ഒരു അവസരം ഉപയോഗിക്കുകയാണ്. മറ്റൊന്ന്, തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഇതിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു നഗരസഭാ ചെയർപേഴ്സൺ എന്ന നിലക്ക് നമ്മളത് ഒരു ജില്ലയുടെ ഫിനാൻഷ്യൽ കോഡിൻ്റെ തീരുമാനം വരട്ടെ എന്ന് പറഞ്ഞ് കാത്തു നിൽക്കുകയല്ല. പക്ഷേ ഇത്തരത്തിലൊരു പ്രശ്നമുണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ സ്വാഭാവികമായിട്ട് എത്ര പ്രാധാന്യത്തോടു കൂടിയാണ് നിങ്ങളുടെ നഗരസഭ ഈ ഒരു ലോകത്തിന്റെ മുന്നിൽ വളരെ പ്രസ്റ്റീജായി കാണുന്ന ഒരു സാമൂഹ്യക്ഷേമ പദ്ധതിയെ നിങ്ങളുടെ നഗരസഭ കണ്ടിരിക്കുന്നത് വളരെ ലാഘവത്തോടു കൂടിയല്ലേ? അത് മറ്റു നഗരസഭകളും കാണാം, പലയിടത്തും കാണാം. ഞാൻ നിങ്ങളെ മാത്രം കുറ്റപ്പെടുത്തുകയല്ല. പക്ഷേ ഇത് ഫിനാൻഷ്യൽ കോഡിന്റെ ഈ ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ട് വരട്ടെ, ഞങ്ങൾ അത് നോക്കിയിരിക്കുകയാണെന്ന് പറഞ്ഞാൽ പോരല്ലോ. നിങ്ങൾ അതിനെ വളരെ ഗൗരവത്തോടു കൂടി കാണണ്ടേ? ഒരിക്കലും അങ്ങനെ പറഞ്ഞതല്ല. ഇതിനെ ലഘൂകരിച്ച് കാണുകയുമല്ല, അത് ആദ്യം മനസ്സിലാക്കുക. ഇതിനെ ലഘൂകരിച്ച് ഇത് ഏറ്റവും വലിയൊരു സഹായമാണ്. ജനങ്ങൾ പ്രതീക്ഷിക്കുകയാണ്, ഓരോ മാസവും ഇത് വരണം എന്നുള്ള പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന 1600 രൂപ അത്രത്തോളം പ്രാധാന്യമായി കാണുന്ന ഒരു ജനവിഭാഗം നമ്മളുടെ ഇടയിലുണ്ട്. അപ്പം ഞാനതൊരു സ്കോഡിൻ്റെ തീരുമാനം വരട്ടെ എന്നോ അല്ലെങ്കിൽ സ്കോഡിൻ്റെ റിപ്പോർട്ട് വരട്ടെ എന്നോ അല്ല, ഇത്തരത്തിലൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഞാൻ പറയട്ടെ, കാരണം
കൃത്യമായിട്ട് ഉദ്യോഗസ്ഥ തലത്തിൽ ഇതിന്റെ റിപ്പോർട്ടുകൾ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കൗൺസിൽ ഈ പെൻഷൻ ലിസ്റ്റ് അംഗീകരിക്കുന്നത്. അത് മാത്രമല്ല എല്ലാ വർഷവും മസ്റ്ററിംഗ് നടക്കുന്നുണ്ട്. ഇനി ഒരു കാര്യം കൂടെ മനസ്സിലായി, മസ്റ്ററിംഗ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മാനദണ്ഡങ്ങൾ കണക്കാക്കാനുള്ള ഒരു ഉപാധിയല്ല, ആ ഒരു വ്യക്തി ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള അറിയാൻ വേണ്ടി മാത്രമേ മറ്റു പല സംവിധാനങ്ങളുണ്ട്. ഒരു സംവിധാനമാണ് നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. അതായത് ഉദ്യോഗസ്ഥർ ഇതെല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി നിങ്ങളുടെ മുമ്പിലേക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങളത് കണ്ണടച്ച് ഒന്നുകിൽ പാസ്സാക്കി വിടുക. അതാണോ? ചിലയിടത്ത് അല്ല. അത് നമുക്കറിയാലോ. നമ്മളെന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണടച്ചിട്ടാക്കുന്നത്? നിങ്ങൾക്ക് ഈ ലിസ്റ്റ് വരുന്നതിന് മുമ്പ് തന്നെ അതാത് വാർഡിലുള്ള കൗൺസിലർമാർക്കും ചെയർപേഴ്സണ് അങ്ങേക്ക് അറിയില്ലേ? അങ്ങയുടെ നഗരസഭയിൽ ഈ ബെനിഫിഷ്യറീസ് ഒക്കെ പെൻഷൻ കിട്ടേണ്ടവരാണ്, അവരുടെ ലിസ്റ്റാണ് വരാൻ പോകുന്നതെന്ന് അങ്ങേക്കുമൊക്കെ അറിയില്ലേ? അത് അറിഞ്ഞുകൊണ്ടല്ലേ നിങ്ങളത് പാസ്സാക്കുന്നത്? അല്ല നഗരസഭയുടെ സഭ കൂടുമ്പോൾ അവിടെ ഇരുന്നിട്ട് ഓരോന്നും എടുത്ത് നോക്കുകയാണോ ചെയ്യുക? ഈ ബെനിഫിഷ്യറി ലിസ്റ്റ് കൃത്യമായിട്ട് ഒരുപാട് നടപടിക്രമങ്ങളിലൂടെയാണ് ഇത് കൗൺസിലിൽ വരുന്നത്. മാത്രമല്ല ഈ കൗൺസിലിൽ ഇത് കൃത്യമായിട്ട് ആ ലിസ്റ്റ് വായിക്കുന്നുണ്ട്. എത്ര പേര് അപേക്ഷകളിൽ അർഹരാണ്, എത്ര പേര് നിരസിച്ചിട്ടുണ്ട്. ഇനി നിരസിച്ചവർക്ക് അത് കാരണം കാണിച്ചിട്ടുള്ള ലെറ്റർ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പോകുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ അപ്പീൽ നൽകാനുള്ള സൗകര്യമുണ്ട്. ഇത്രയും സുതാര്യമായി പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും രീതിയിൽ, ഞാൻ വീണ്ടും പറയാണ്, ഏതെങ്കിലും രീതിയിൽ അനർഹർ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നടപടിയെടുക്കും. ഡോക്ടർ അനീഷ, ഞാൻ രാഷ്ട്രീയം പറയുകയല്ല, പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങയുടെ നഗരസഭ UDFന്റെ നേതൃത്വത്തിലുള്ള നഗരസഭയാണ്, മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള ഒരു നഗരസഭയാണ് അവിടെയുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ന് അവിടെ മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗുകാർ അവിടെ വന്ന് ബഹളമുണ്ടാക്കി. ഈ പറഞ്ഞതൊന്നും അവർക്കറിയില്ലേ? അതുകൊണ്ടാണോ? അതോ അങ്ങ് ഉൾപ്പെടെയുള്ളവരോടുള്ള ഒരു പ്രതിഷേധം അവർക്കുണ്ടോ? നിങ്ങളുടെ പാർട്ടി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ലേ? എന്താണ് ഇവിടെ? രാഷ്ട്രീയം പറയുകയല്ല. ഈ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ അവർക്കത് മനസ്സിലായി അവർ മിണ്ടായിരിക്കണ്ടേ? അവർ രാഷ്ട്രീയ നാടകം കളിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവർക്ക് കിട്ടിയ ഈ ന്യൂസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ വന്ന് പ്രക്ഷോഭം നിർവഹിച്ചത്. മറ്റൊന്ന്, ഈ പറയുന്ന 7ാം വാർഡ് എന്ന് പറയുന്നത് കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ BJP വാർഡാണ്. BJP ഭരിക്കുന്ന ഒരു വാർഡാണ്. BJP കൗൺസിലറാണ് അവിടെ ഭരിക്കുന്നത്. അതിലപ്പുറം നമ്മൾ ഒരു രാഷ്ട്രീയപരമായിട്ട് കാണില്ല. ഇത് ജനങ്ങളുടെ ഒരു ആവശ്യമാണ് ഈ ക്ഷേമ പെൻഷൻ എന്നുള്ളത്. അതിൽ അനർഹർ ഏത് വാർഡിൽ നിന്ന് ആയിക്കോട്ടെ, ഞാനൊരു 7ാം വാർഡ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെടില്ല. ഏത് വാർഡ് BJP ഭരിക്കുന്ന ആ കൗൺസിലിൽ ആ രാഷ്ട്രീയം കൊണ്ട് തന്നെ അവിടെ പ്രശ്നമുണ്ട് എന്ന് നഗരസഭാ അധ്യക്ഷന് പരാതിയുണ്ടോ? മനസ്സിലാക്കിയിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെ അവിടെ പ്രശ്നങ്ങളുണ്ട് എന്ന് അഭിപ്രായമുണ്ടോ? ഒരിക്കലുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു വാർഡിനെ മാത്രം കേന്ദ്രീകരിച്ച് നമ്മൾ ഈ ഒരു വിഷയത്തെ കാണേണ്ടതില്ല. ഏതെങ്കിലും വാർഡിൽ ഇത്തരത്തിലുള്ള അനധികൃതമായിട്ട് ലിസ്റ്റിൽ പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിന്റെ നടപടികളിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇന്ന് തന്നെ സെക്രട്ടറിക്ക് ഈ 38 ആളുടെ സ്റ്റാറ്റസും അതിന്റെ വിവരങ്ങളും തരാൻ വേണ്ടി കത്തയച്ചിട്ടുണ്ട്. ഞാൻ സെക്രട്ടറിക്ക് ലെറ്റർ നൽകിയിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ അത് കിട്ടുന്ന പക്ഷം ഇത്ര വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ ലെറ്റർ കൊടുത്തിരിക്കുന്നത് വളരെ പ്രധാന കാര്യം തന്നെ. പക്ഷേ ഇന്ന് മാധ്യമങ്ങളൊക്കെ ഇത് ചർച്ച ചെയ്യുമ്പോൾ ലെറ്റർ എടുത്ത് അവരെ ഇനി പരിശോധിച്ച് ഫയലൊക്കെ നോക്കി മാത്രമേ ഇതിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്ന് പറയുന്നിടത്ത് പ്രശ്നങ്ങളുണ്ട്. മാഡം, ഞാൻ അങ്ങയിലേക്ക് വരാം. നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് ആളുകൾ കൂടി ഞാൻ വരാം, അങ്ങയിലേക്ക് വരാം. അങ്ങേക്ക് പറയാൻ പറയും. ഒറ്റ സെക്കൻഡ്. നമുക്ക് ഈ 38 ആളുടെ ലിസ്റ്റ്, നമുക്ക് ഈ ധനകാര്യ, ഇത് റാൻഡം പോകുന്ന ഒരു പ്രോസസ്സാണ്. ഇത് സ്വാഭാവികമായിട്ട് മാസങ്ങളിൽ പോകുന്ന ഒരു പ്രോസസ്സാണ്. ഇതിൽ 2010 തന്ന അപേക്ഷകളായിരിക്കും അപേക്ഷകളാണ് പലതും. അന്ന് വീടുകളൊക്കെ വളരെ ചെറുതാണ്. അന്നത്തെ RIമാർ അല്ലെങ്കിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് ആളുകൾ പോയി പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ അർഹരായിരിക്കും. പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോൾ അനർഹർ ഉണ്ടെങ്കിൽ, അത് വീണ്ടും പറയാണ്, ഞാൻ റാൻഡം ചെക്കിംഗ് നടത്തിയതിൽ ഇന്നും വാടക വീട്ടിൽ താമസിക്കുന്നവരുണ്ട്, അർഹരപ്പെട്ടവരുണ്ട്. അപ്പൊ 38 ആള് അതൊക്കെ നമുക്ക് നോക്കേണ്ടി വരും. ഒരു പേഴ്സണലായിട്ട് വെരിഫിക്കേഷൻ നടത്തേണ്ടി വരും. ചിലപ്പോൾ രേഖകളിൽ വാടക വീടായിരിക്കാം, യഥാർത്ഥത്തിൽ വാടക വീടാണെന്ന് അറിയില്ല. BMW എടുത്ത് ബാംഗ്ലൂരിൽ ടാക്സി ഓടിക്കുകയാണ് എന്ന് പറഞ്ഞാലൊക്കെ നമുക്ക് വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതൊക്കെ നമുക്ക് അന്വേഷിക്കേണ്ടി വരും. എന്തായാലും നമുക്കത് നോക്കാം. ഞാൻ വരാം, അങ്ങയിലേക്ക് തിരിച്ച് വരാം. ഇത് കോട്ടക്കലിലെ പ്രശ്നം മാത്രമായിട്ട് ഞാൻ ഇപ്പോഴും കാണുന്നില്ല. ശ്രീ ചവറ ജയകുമാർ, കേട്ടല്ലോ. ഈ ഒരു അരമണിക്കൂർ കൊണ്ട് നിങ്ങൾ രണ്ടുപേരിലേക്ക് ഞാൻ എത്തിയിട്ടില്ലെങ്കിലും ഈ പ്രശ്നത്തിൻ്റെ വളരെ ഗൗരവമായ അവസ്ഥ ജനങ്ങൾക്ക് മനസ്സിലായത് എങ്ങനെയെന്നുള്ളത് നിങ്ങൾക്കൊന്നുകൂടി പിടികിട്ടുന്നു.
ശ്രീ ചവറ ജയകുമാർ, ഇക്കാര്യത്തിൽ ഈ 1458 സർക്കാർ ഉദ്യോഗസ്ഥർ ഇതിപ്പോൾ വാങ്ങിക്കുന്നു എന്ന് കണ്ടെത്തിയതിൽ മാത്രമല്ല നമ്മുടെ പ്രശ്നം. ഇവരിലേക്കൊക്കെ ഈ പെൻഷൻ കിട്ടാനുള്ള അർഹത ഉണ്ടാക്കി കൊടുത്ത സംവിധാനം, അതിൽ ഉദ്യോഗസ്ഥർ സർട്ടിഫിക്കറ്റുകൾ വ്യാജമായി രേഖകൾ ഉണ്ടാക്കി കൊടുക്കുന്നതിന് സഹായിച്ചവർ, പെൻഷൻ കിട്ടുന്നതിന് അവരെ ഉൾപ്പെടുത്തി കൊടുത്ത ആളുകൾ, അതിനു മുകളിൽ ഉള്ള നഗരസഭ പോലെയുള്ള സർക്കാരുകൾ, മിനി സർക്കാരുകൾ, ഇതൊക്കെ അവിടെ ഉണ്ട്. എന്താണ് പ്രശ്നം? നിങ്ങളുടെ റോൾ എന്താണ്? നിങ്ങൾക്ക് ഇതിനകത്ത് പറയാനുള്ളത് എന്താണ്? ഡോക്ടർ ലാൽ ഇവിടെ സൂചിപ്പിച്ചപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നു കേരളത്തിൽ വലിയ മാറ്റങ്ങളൊക്കെ വന്നിരിക്കുന്നു. വലിയ മാറ്റം ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഈ മേഖലയിലൊക്കെ ഉണ്ടായിരിക്കുന്നു, ഉണർവുണ്ടായിരിക്കുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് ഈ പെൻഷൻ കൊടുക്കുന്നതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടും സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങളൊക്കെ നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായതായിട്ട് കഴിഞ്ഞ 8-8.5 വർഷമായിട്ടില്ല. ഇപ്പോൾ ഉണ്ടായത് ഇതുപോലെ പൊതുസമൂഹത്തിൽ കിട്ടുന്ന വേളയിലൊക്കെ സർക്കാർ ജീവനക്കാരെ കരിവാരി തേക്കുന്ന കുറച്ച് കാര്യങ്ങൾ നടക്കും. ഇപ്പോൾ ഈ 1458 പേർക്ക് ഈ പെൻഷൻ കിട്ടി എന്ന് പറഞ്ഞു, അത് വാങ്ങുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഒരു നിജസ്ഥിതി, അതിൻ്റെ ശരിയായ അന്വേഷണം നടത്തിയിട്ട് വേണമായിരുന്നു സർക്കാർ ഇതെല്ലാം പുറത്തുവിടാൻ. അവരുടെ പേര്, ഏതെല്ലാം വകുപ്പിൽപ്പെട്ട ആളുകൾ, അവരുടെ മുഴുവൻ ഡീറ്റെയിൽസ്, അവരെങ്ങനെ സർവീസിൽ പ്രവേശിച്ചു, അത് ഏത് തസ്തികയിലാണ്, നേരത്തെ അവർ പെൻഷൻ വാങ്ങിക്കൊണ്ടിരുന്നോ, അത് ശാരീരിക വെല്ലുവിളി നേരിടുന്ന ആളുകളാണോ, അങ്ങനെ ഉണ്ടെങ്കിൽ അവരത് അറിയാതെ തുടർന്നതാണോ, അപ്പോൾ ഈ ഡീറ്റെയിൽസ് വന്നിരുന്നെങ്കിൽ. അതുപോലെ ഗസറ്റഡ് തസ്തികയിലുള്ള വിദ്വാൻ ആരാണ്, അയാൾ എങ്ങനെയാണത് വാങ്ങിയത്, കോളേജ് പ്രൊഫസർ, ഇത് കൊടുത്ത ആളുകളും, ഇത് ഈ ആർക്ക് വേണമെങ്കിലും ഈ പെൻഷൻ അപേക്ഷിക്കാമല്ലോ. പെൻഷൻ അപേക്ഷിക്കുമ്പോൾ അവിടെ ഓരോ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ സാമൂഹ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട പെൻഷൻ ആയതുകൊണ്ട് ICDS സൂപ്പർവൈസറെ ചുമതലപ്പെടുത്തുന്ന വിധവ ആ പെൻഷനുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ പിന്നെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ VOയെ ചുമതലപ്പെടുത്തുക, അങ്ങനെ അന്വേഷണത്തിനായി ആ പഞ്ചായത്ത് സെക്രട്ടറി ആളുകളെ നിയോഗിക്കും. ആ റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അവതരിപ്പിച്ച് അയാൾക്ക് അർഹതയുണ്ടെന്ന്, മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ അർഹതയുണ്ടെന്ന് കണ്ടാൽ അത് പഞ്ചായത്ത് കമ്മിറ്റി അംഗീകാരം കൊടുത്ത് പെൻഷൻ കിട്ടുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഇത്രയും പ്രോസസ്സ് പൂർത്തിയാക്കി വരുമ്പോൾ ഈ ആളുകളൊക്കെ പിന്നെയും തുടരുകയും മസ്റ്ററിങ് നടക്കുകയും, അല്ലെങ്കിൽ ഒരു വർഷം ആദ്യം ജോലി കിട്ടിയ ഇപ്പോൾ ഉള്ള ആളുകൾ ജോലി കിട്ടിയിട്ട് കുറച്ച് മാസങ്ങളെ ആയില്ലെങ്കിൽ അതുകൂടി വെളിപ്പെടുത്തണം. അപ്പോൾ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരെ മൊത്തം ഒരു ഗവൺമെൻറ് കളങ്കിതരായി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാക്കരുത്. അതിൻ്റെ പൂർണ്ണതയിലെത്തണം. സർക്കാർ ജീവനക്കാർ കളങ്കിതരാകുന്നത് എങ്ങനെയാണ്? തെറ്റ് ചെയ്തവർ മാത്രം പേടിച്ചാൽ മതി, അവർക്ക് മാത്രം ടെൻഷൻ ഉണ്ടായാൽ മതി. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന പോലെ അങ്ങ് പറയാൻ പറ്റില്ലല്ലോ. ഇതിനകത്ത് തെറ്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അതാരാണെന്ന് കണ്ടുപിടിക്കാൻ സംഘടനകൾക്കും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇത് വളരെ പ്രസിദ്ധമായ ലോകം ശ്രദ്ധിക്കുന്ന ഒരു പദ്ധതി കൂടിയാണ് എന്ന് പറയുമ്പോൾ അതിനെ അങ്ങനെ അല്ല എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. ഒരു സാധാരണ പരിപാടി പോലെ കാണണോ? അല്ല, തീർച്ചയായിട്ടും. പക്ഷേ അതിനകത്ത് സർക്കാർ ജീവനക്കാരെ എന്നെടുത്ത് പറയുന്നതാണ് അവിടുത്തെ ഒരു പ്രശ്നം. അതായത് എൻ്റയർ ക്ലാസ്സിനെയാണ് പറയുന്നത്. മുഴുവൻ സർക്കാർ ജീവനക്കാരെയും അടച്ചാക്ഷേപിക്കുന്നതാണ്. അല്ലെങ്കിൽ അതിന്റെ സത്യാവസ്ഥ പറഞ്ഞാൽ സർക്കാർ ജീവനക്കാരുടെ തന്നെ ഒരു പാനലാണ്, ഒരു ടീമാണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഈ സർക്കാരിന്റെ കീഴിലുള്ള ധനകാര്യ വകുപ്പിന് കീഴിലുള്ള ഒരു ടീമാണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇത് സർക്കാരിന്റെ ഉദ്യോഗസ്ഥർ വിചാരിച്ചിരുന്നുവെങ്കിൽ ഇത്തരം ഒരു ഫോൾട്ട് ഉണ്ടാകാതെ നോക്കാമായിരുന്നല്ലോ. അല്ല, അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഇതാരാണ്? നിങ്ങളിപ്പോൾ കോട്ടയ്ക്കൽ നഗരസഭ, അവിടെ UDF, മുസ്ലിം ലീഗ്, BJP എങ്ങനെ ഇഴകേറി പരിശോധിക്കുകയാണ്. അപ്പോൾ ഈ വിദ്വാൻമാർ ആരൊക്കെയാണെന്ന് അറിയണമല്ലോ. ഇതെങ്ങനെയാണ് ഈ ജോലിക്ക് വന്നതെന്നും, ഈ ആളുകൾക്ക് ജോലി കിട്ടിയത് പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി വന്നതാണോ, എംപ്ലോയ്മെന്റ് നിയമനം ലഭിച്ചതാണോ, നേരത്തെ എങ്ങനെയുള്ള ആളുകളാണ്, അവരെന്തുകൊണ്ടാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇങ്ങനെ
വില്ലേജ് ഈ റവന്യൂ തട്ടിപ്പിന്റെ ഉദ്യോഗസ്ഥർ, നിജസ്ഥിതി വില്ലേജ് പുറത്തു വരണമല്ലോ. ഓഫീസർമാർ, ഈ പെൻഷൻ കൊടുക്കുന്ന ഉദ്യോഗസ്ഥർ അവരൊന്നും താൽക്കാലിക ഉദ്യോഗസ്ഥരായിരിക്കില്ലല്ലോ. അവരൊക്കെ ഗസറ്റഡ് ഉദ്യോഗസ്ഥരോ വലിയ അധികാരങ്ങളുള്ളവരോ ആയിരിക്കുമല്ലോ. അവരാണല്ലോ അല്ല, അതും വരട്ടെ, ആരാണ് അവരെ അന്വേഷിച്ച് ഈ റിപ്പോർട്ട് കൊടുത്തത്? അതെ അതെ, ആ സർട്ടിഫിക്കറ്റ് കൊടുത്ത 1 ലക്ഷത്തിൽ താഴെയാണ് ഇവർക്ക് വരുമാനമെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് കൊടുത്തതും അതിന്റെ ഡീറ്റെയിൽസ് വെളിവിടാമല്ലോ. 1400 രൂപ, അതെല്ലാം രേഖകളിരിക്കുകയല്ലേ. അതാണോ നിങ്ങളുടെ ആവശ്യം? അതിനാണോ ഇനി നിങ്ങൾ സമരം ചെയ്യുന്നത്? നിങ്ങളുടെ സമരം ഇനി അതിനാണോ? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് സമരം കിട്ടാനുള്ളത് 64,000 കോടി രൂപ സർക്കാർ ജീവനക്കാരുടെ ഗവൺമെന്റ് കൊള്ളയടിച്ചു. 6 ഗഡു 19% ക്ഷാമത്വം കിട്ടാനുണ്ട്. ഞങ്ങളുടെ ശമ്പള പരിഷ്കരണം കഴിഞ്ഞ മാസം നിങ്ങൾക്ക് അതൊക്കെ തരേണ്ടത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ഈ പറയുന്ന ഗസറ്റഡ് ഉദ്യോഗസ്ഥർ ഇവരെ അർഹരാക്കി മാറ്റിയവരെ കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് തരികയല്ല. സർക്കാരിന് പ്രവർത്തിക്കണമെങ്കിൽ മതി, ഞങ്ങൾക്ക് തരണ്ട. പോലീസ് ഉദ്യോഗസ്ഥർ റോഡിലുണ്ടെങ്കിൽ ശമ്പളം കൊടുക്കണം. ഡോക്ടർമാർ ആശുപത്രിയിലുണ്ടെങ്കിൽ നേഴ്സുമാർ ശമ്പളം കൊടുക്കണം. അധ്യാപകർ പഠിപ്പിക്കണമെങ്കിൽ ശമ്പളം കൊടുക്കണം. അത് സർക്കാരിന് വേണം. സർവീസ് മേഖലയാണ് ഡോക്ടർ ലാൽ, അത് നടന്നു പോകണം. ഇപ്പൊ എന്താ 40 ലക്ഷത്തോളം വരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ പണിയെടുക്കുന്നു. അവർ കുടുംബസമേതം കഴിയുന്നു. എന്തായാലും നമ്മുടെ നാട്ടിൽ നേരത്തെ താങ്കൾ ഈ സർക്കാർ എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞതായി അങ്ങ് പരാതി പറഞ്ഞു. പക്ഷേ ഈ സർക്കാർ ഇത്തരത്തിൽ ഈ പെൻഷന്റെ കാര്യത്തിൽ പോലും ഒരു പ്യൂരിഫിക്കേഷൻ നടപടി തുടങ്ങിയത് ഈ സർക്കാർ വന്ന ശേഷമാണ്. ഈ 2019-20 മസ്റ്ററിംഗ് ഏർപ്പെടുത്തിയത്. അതുവഴിയാണ് 746 കോടി രൂപയാണ് വാർഷിക ലാഭമുണ്ടായത്. 746 കോടി രൂപ. തുടർന്ന് 2023-ലും 2024-ലും മസ്റ്ററിംഗ് നടത്തി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ അർഹരായവർക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ MV ശശിധരന്റെ ഭാഗം കൂടി കേൾക്കട്ടെ. നിങ്ങളുടെ എതിർ സംഘടനയാണല്ലോ വേതനം കൊടുത്ത ആളാണ് AK ആന്റണി. ശരി. ശ്രീ AK ആന്റണിയുടെ കാലത്തല്ലല്ലോ ഈ പെൻഷൻ പദ്ധതി 1600 രൂപയായി ഇപ്പോൾ ഈ കൊടുക്കുന്ന അവസ്ഥയിലേക്ക് വന്നത്. ഞാൻ വരാം. ശ്രീ MV ശശിധരൻ, ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർ 1458 പേർ ഇത് വാങ്ങുന്നു എന്നുള്ളതിനേക്കാൾ വളരെ പ്രധാനമായി ഞാൻ കാണുന്നത് ഈ ചർച്ചയിൽ, അങ്ങക്ക് തെറ്റുണ്ടെങ്കിൽ തിരുത്താം, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാം, ഈ പറയുന്ന ആളുകളെ അതിലേക്ക് കൊണ്ടുവന്ന അതിനുവേണ്ടി രേഖകൾ ഒപ്പിട്ട് കൊടുത്ത ആളുകൾ കൂടി ഉണ്ടല്ലോ സർക്കാരിൽ. അവരെ നോക്കേണ്ട സർക്കാർ സംവിധാനങ്ങളും ഉണ്ടല്ലോ. ഇതൊക്കെ പരിശോധിക്കപ്പെടണ്ടേ? ഈ ഒരു പദ്ധതി വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമല്ലേ? ഡോക്ടർ ലാൽ, ആദ്യം തന്നെ ഞാൻ കൈരളിയുടെ ഈ ന്യൂസ് ആൻഡ് വ്യൂസിൻ്റെ ക്യാപ്ഷനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാര്യം എന്താ വിചാരിച്ചാൽ, പെൻഷൻ തട്ടിയവർക്ക് ടെൻഷൻ എന്നാണ് ക്യാപ്ഷൻ. തീർച്ചയായും ആ പെൻഷൻ തട്ടിയവർക്ക് മാത്രമാണ് ടെൻഷൻ ഉണ്ടാകേണ്ടുന്ന കാര്യം. ഇവിടെ പൊതുവൽക്കരിക്കപ്പെടുന്ന ഒരു സമീപനമുണ്ട്. ആകെ 1458 ജീവനക്കാർ ഈ പെൻഷൻ തട്ടി ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. അതേസമയം സംസ്ഥാന സിവിൽ സർവീസിൽ 5,45,423 ജീവനക്കാരുണ്ട്. 0.02% ഈ 1458. അതുകൊണ്ട് സിവിൽ സർവീസ് ആകെ മോശമാണ് എന്ന് വരുത്താൻ സാധിക്കില്ല. ഭൂരിഭാഗം ജീവനക്കാരും വളരെ മാന്യമായി കാര്യക്ഷമതയോടെ ജോലി ചെയ്യുന്നവരാണ്. മറ്റൊന്ന്, ബഹുമാനപ്പെട്ട മുൻ MP ശ്രീ സമ്പത്ത് സൂചിപ്പിച്ചതുപോലെ, രണ്ടാമതൊരു ശ്രമം നടക്കുന്നത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു ക്ഷേമ പദ്ധതിയെ ഇകഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടി ഇതിനെ ഉപയോഗിക്കുക എന്നത്. അത് രണ്ടും ശരിയല്ല എന്നും പെൻഷൻ തട്ടിയവർക്കാണ് ടെൻഷൻ വേണ്ടത് എന്നും സൂചിപ്പിക്കുന്ന കൈരളിയുടെ ഈ ക്യാപ്ഷനെ ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്. രണ്ടാമത്, ഇവിടെ പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് ഈ പെൻഷൻ സംവിധാനം വിതരണം ചെയ്യുന്ന പെൻഷൻ, ഇവിടെ സൂചിപ്പിച്ച 5 തരത്തിലുള്ള പെൻഷനുകൾ, ഈ പെൻഷൻ്റെ ക്രമീകരണത്തെ സംബന്ധിച്ച് സർക്കാർ വളരെ വ്യക്തമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 2020 GOMS 97/2020 23/9/20 ഒരു കൃത്യമായ ഒരു ഉത്തരവിറക്കിയിട്ടുണ്ട്. ആ ഉത്തരവിൽ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നറിയോ?
ഒന്നാമതായിട്ട് പറഞ്ഞത് ഉത്തരവിൽ എ എന്ന് പറഞ്ഞൊരു പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് 7 കാര്യങ്ങളാണ്. ആർക്കെല്ലാമാണ് ഇതിന് അർഹതയില്ലാത്തത് എന്നാണ് 7 കാര്യങ്ങൾ പറഞ്ഞത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ജീവനക്കാർക്ക്, ശമ്പളം പറ്റുന്നവർക്ക്, സർവീസ് പെൻഷൻ വാങ്ങുന്നവർക്ക്, ആദായ നികുതി കൊടുക്കുന്നവർക്ക്, ഇങ്ങനെയുള്ള 7 കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ വിഷയം ഇതിന് ഞാൻ പറയുന്നത് ഒരു കൂട്ടുത്തരവാദിത്തം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നതാണ്. ഈ അപേക്ഷകർ പെൻഷൻ വാങ്ങുന്നവർക്കുണ്ട്, ഇത് പരിശോധിക്കുന്നവർക്കുണ്ട്, ഇത് അംഗീകരിക്കുന്നവർക്കുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നതാണ്. ഈ പെൻഷൻ വാങ്ങുന്നവർ അവർ ഈ പെൻഷൻ്റെ അപേക്ഷയുടെ കൂടെ സത്യവാങ്മൂലം കൊടുക്കേണ്ടതുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആദ്യം പറഞ്ഞ 7 കാര്യങ്ങളിൽ പെടുന്ന ആളല്ല എന്ന് പറഞ്ഞ് സത്യവാങ്മൂലം കൊടുത്താലേ പറ്റൂ. സർക്കാർ ജീവനക്കാരനാണെങ്കിൽ സർക്കാർ ജീവനക്കാരൻ അവൻ സർവീസിൽ കയറുമ്പോൾ മേലുദ്യോഗസ്ഥനെ വകുപ്പ് മേധാവിക്ക് ഇത്തരത്തിലുള്ള ഒരു പെൻഷനും ഞാൻ കൈപ്പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അത് വകുപ്പ് മേധാവി ഉറപ്പ് വരുത്തുകയും ചെയ്യേണ്ടതുണ്ട്. അത് രണ്ടും ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. ഒരാൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരപേക്ഷ കൊടുക്കുമ്പോൾ അത് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോസസ്സ് ഇവിടെ പറഞ്ഞതുപോലെ അന്വേഷിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് സെക്രട്ടറി, അസിസ്റ്റൻറ്റ് സെക്രട്ടറിക്ക് അതിൻ്റെ ചുമതലയുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഉദ്യോഗസ്ഥൻ ഇപ്പോൾ വികലാംഗ പെൻഷനാണെങ്കിൽ, അതുപോലെ വിധവാ പെൻഷനാണെങ്കിൽ, വികലാംഗ പെൻഷനാണെങ്കിൽ, വിധവാ പെൻഷനാണെങ്കിൽ ICDS സൂപ്പർവൈസർ, VEO, കാർഷിക തൊഴിലാളി പെൻഷനാണെങ്കിൽ അഗ്രികൾച്ചർ അസിസ്റ്റൻ്റ്, ഇവരൊക്കെ പരിശോധിക്കുന്നുണ്ട്. പരിശോധിച്ചത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പരിശോധിക്കുന്നു. അതിൻ്റെ മേലെ അത് പാസ്സാക്കി ബോർഡിൽ, പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പൽ ബോർഡിൽ വെക്കുന്നു. അതും കഴിഞ്ഞിട്ട് ഇത് ഗ്രാമസഭയിൽ പോലും പബ്ലിഷ് ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഇങ്ങനെയുള്ള ആളുകൾ കടന്നുകൂടുന്നുണ്ട് എങ്കിൽ അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അത് വളരെ ഗൗരവത്തിൽ തന്നെ ജീവനക്കാരെ ഇത്രയും പരിശോധനകൾ കഴിഞ്ഞിട്ടും ഈ ആളുകൾ ഇതിനകത്ത് കടന്നു കൂടുന്നുണ്ടെങ്കിൽ, അത്രമാത്രം ഒരു അഴിമതി ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ക്ഷേമ പെൻഷൻ പദ്ധതിയെ, അതിപ്പോൾ 600 രൂപയായിരുന്നത് സ്ഥിരമായി കിട്ടാൻ സാധ്യതയില്ലായിരുന്നതൊക്കെ ഇപ്പോൾ 1600 രൂപയായി. എങ്ങനെയെങ്കിലുമൊക്കെ കടം വാങ്ങിയാലും കേന്ദ്രം സഹായിച്ചില്ലെങ്കിലും കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സർക്കാർ. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ശ്രീ ചവറ ജയകുമാർ അതിനെ ഞാൻ സർക്കാരിനെ കുറിച്ച് നല്ലത് പറഞ്ഞു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് വിഷമമുണ്ടാകുന്നു എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ എന്നാൽ പോലും അത് പറയാതിരിക്കാൻ വയ്യ. ഇങ്ങനെയൊക്കെയുള്ള ഒരു ഘട്ടത്തിൽ കൊടുക്കപ്പെടുന്ന ഒരു പെൻഷനാണ്. അത് ഇനിയും 1600 2500 ആക്കാൻ വേണ്ടി സർക്കാർ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നൊരു ഘട്ടമാണ്. അതിലേക്ക് എത്തേണ്ട ഒരു ക്ഷേമ പദ്ധതിയെ അട്ടിമറിക്കാൻ വേണ്ടി ഒരു വിഭാഗം ശ്രമിക്കുന്നുണ്ടോ? അത് സർക്കാർ സംവിധാനത്തിലുള്ളവർ തന്നെയാണെന്ന് വേണമെന്നില്ല. ഈ പറയുന്ന എതിർചേരിയിൽപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭരിക്കുന്നിടത്താകാം. ഇപ്പോൾ കോട്ടയ്ക്കൽ അങ്ങനെ ഒരു സ്ഥാപനമാണ്. ഇത് മറ്റുള്ള സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിപ്പോൾ കണ്ടുപിടിച്ചതും ഇങ്ങനെയാണല്ലോ. അതിലേക്ക് കൂടി ഞാൻ വരാമെന്നാണ് വിചാരിച്ചിരുന്നത്. നേരത്തെ ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്തു കൂടിയായ ചവറ ജയകുമാർ പറഞ്ഞ കാര്യത്തിലേക്ക് വലിയ മാറ്റം വന്നു. എന്ത് മാറ്റമാണ് വന്നത് എന്ന് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന പെൻഷൻ്റെ കാര്യത്തിൽ മാറ്റം വന്നില്ലേ? 2016 വരെ 600 രൂപ മേണിച്ചതാണ് ഇപ്പോൾ 1600 രൂപ മേണിക്കുന്നത്. ഇതിനപ്പുറം വലിയ മാറ്റം എന്താ? അവരുടെ വീടുകളിലേക്ക് അല്ലെങ്കിൽ സ്വന്തം അക്കൗണ്ടുകളിലേക്ക് കാശെത്തുകയാണ്. ഇവിടെ ദരിദ്രരില്ലാത്തവരായിട്ട് മാറുകയാണ്. ഇത് വലതുപക്ഷമോ അല്ലെങ്കിൽ ഇടതുപക്ഷമോ മറ്റാരും പറയുന്നതല്ല. കേന്ദ്ര സർക്കാരിൻ്റെ പല കണക്കുകളും പറയുന്നു കേരളം നമ്പർ 1 ആണ് എന്ന്. എന്തേ 8 വർഷം മുന്നേ കേരളം നമ്പർ 1 ആയിരുന്നില്ലല്ലോ പല കാര്യങ്ങളിലും. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഏജൻസികൾ കേരളത്തെ നമ്പർ 1 എന്ന് പറയുന്നു. അത് കേരളം ഈ 8 വർഷത്തെ നേട്ടങ്ങൾ അതൊക്കെ ജനങ്ങൾക്കറിയാം. അതിൻ്റെ ആ വിഷയമല്ലല്ലോ. പിന്നെ ഇവിടെ ഈ ഈ പദ്ധതിയെ സംബന്ധിച്ച് ഈ പദ്ധതി കാര്യക്ഷമമായി കൊണ്ടുപോവുക തന്നെ വേണം. അതിൽ ഉള്ള പുഴുക്കുത്തുകളെ അതാരായാലും, അത് തകർക്കാൻ കൂട്ടുന്നവരായാലും വേണ്ടിയില്ല, അത് അനർഹമായി കൈപ്പറ്റുന്നവരായാലും വേണ്ടിയില്ല, അവരെ കർശനമായി നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷ മേടിച്ചു കൊടുക്കണം. ചവറ ജയകുമാർ, അത് പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി മുന്നിൽ വെച്ചുകൊണ്ട് NGO അസോസിയേഷന് നാളെ മുതൽ നിങ്ങളുടെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ മുമ്പിലേക്ക് ഇറങ്ങാൻ സാധിക്കുമോ?
അവരുടെ കയ്യിൽ നിന്ന് പണം തിരിച്ചു മേടിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുള്ളതാണ്. അവരുടെ സാലറി എല്ലാം കൊടുക്കുന്നതും സ്പാർക്കുമായി ബന്ധപ്പെട്ടുള്ളത് 24 മണിക്കൂറിനായി ചെയ്യാം നടപടി. അവർക്കെതിരെ ശിക്ഷണ നടപടി, അവരെ സർവീസിൽ നിന്ന് പുറത്താക്കാം. പബ്ലിക്കിന് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളതാണ് പ്രശ്നം. അവർ ചെലവഴിച്ചു. നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ 2016 ഉമ്മൻചാണ്ടിയുടെ കാലത്തുള്ള 600-ൽ നിന്ന് 1600 അന്ന് 1 രൂപയ്ക്കും 2 രൂപയ്ക്കും അരി കിട്ടും. 50 രൂപയ്ക്ക് 60 രൂപ കൊടുത്താലും ഇപ്പോഴില്ല. 2016 വരെയാണോ? 1 രൂപയ്ക്ക് 2 രൂപയ്ക്ക് അരി കിട്ടുന്നത്? വെളിച്ചെണ്ണ 250 വരെയാണോ? വെളിച്ചെണ്ണ 30 കിലോ അരി റേഷൻ കട വഴി ഉമ്മൻചാണ്ടി 1 രൂപയ്ക്ക് കൊടുത്തു. അതിവിടെ യാഥാർത്ഥ്യമാണ്. നിങ്ങൾ രേഖകൾ പരിശോധിക്കൂ. ഇവിടെ 250 രൂപ വെളിച്ചെണ്ണ, 200 രൂപ മുളക്, എത്ര രൂപ കൊടുത്താൽ മനുഷ്യന് ജീവിക്കാൻ കഴിയുമോ? സത്യമല്ലേ? സപ്ലൈകോയിൽ ഏതെങ്കിലും സാധനങ്ങൾ, അവശ്യ വസ്തുക്കൾ ഉണ്ടോ? സർക്കാർ ഉദ്യോഗസ്ഥരിൽ ഞാൻ ആരെയും BMW വന്ന ഡോക്ടർ ലാൽ, ഞാനൊരു കാര്യം പറയാം. BMW വന്ന് ഇപ്പൊ കടൽ കടന്ന് 80കളിൽ നമ്മുടെ ആളുകളൊക്കെ വിദേശത്ത് പോയി, ഗൾഫിൽ പോയി, അവിടെ പോയി പണമുണ്ടാക്കി തിരിച്ചു വന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോഴുള്ള കുട്ടികൾ അവരുടെ ഉപജീവനത്തിനായി മറ്റ് രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നു. ഇതൊരു സത്യമാണ്. അവിടെ നിന്നൊക്കെ പണം കിട്ടും. പുറത്തു പോകുന്ന ആളുകൾ BMW വാടകയ്ക്ക് എടുത്താണോ എങ്ങനെയാണോ അവരോട് ചോദിക്കേണ്ടത്. ടാക്സി ഓടിക്കുക. ഇവിടെ പ്രത്യേകിച്ച് ഈ നിയമത്തിൽ പറയുന്നുണ്ട്, ഈ മാനദണ്ഡത്തിൽ 1000 cc താഴെ വാഹനമുള്ള ആളുകൾക്ക് അർഹതയുണ്ട്. 1000 cc കഴിഞ്ഞാൽ, ഇപ്പോൾ മാരുതി 800, മാരുതി 1000 വരുന്ന വാഗണർ, അത് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കില്ല. ആ വാഹനമുള്ളവർക്ക് ഇവിടെ ഇതിൽ ലിസ്റ്റിൽ വരും. പക്ഷെ ആ പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരായാൽ പുറത്ത് പരസ്പര വിരുദ്ധമായ മാനദണ്ഡങ്ങളാണ് ഇതിലുള്ളത്. ഇത് ഇവിടെ അന്വേഷിക്കാൻ മറ്റൊരാളുമായി എനിക്കൊരു 3 മിനിറ്റ് നേരത്തെ മാനദണ്ഡങ്ങളുണ്ട്. നേരത്തെ ഇത് ഗ്രാമസഭയിലായിരുന്നു ചർച്ച കൊടുക്കുകയാണ്. ഡോക്ടർ സമ്പത്ത്, എനിക്കൊരു 2.5 മിനിറ്റിൽ ഒരു ഇടവേളയിലേക്ക് പോകണം. അതിനകത്ത് താങ്കളോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ BMW-വും അല്ലെങ്കിൽ വലിയ ബംഗ്ലാവിലും ഒക്കെ ഉള്ള ആളുകൾ വരെ നമ്മുടെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൊതുവിദ്യാഭ്യാസവും പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളും ഈ പറയുന്ന റേഷൻ കടകളിലൊക്കെ വരുന്നത് ഒരു നാണക്കേടുമില്ലാത്ത ഒരു കാലത്തേക്കാണ് ഈ കാലഘട്ടത്തിൽ പോയിരിക്കുന്നത്. അതൊരു ഭാഗത്ത്. രണ്ടാമത് ഒരൊറ്റ കാര്യം കൂടി, ഈ കോട്ടക്കൽ നഗരസഭയെ കുറിച്ച് പറയുമ്പോൾ അവിടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വോട്ടിനു വേണ്ടി ഇത്തരം കാര്യങ്ങളെ ദുരുപയോഗം ചെയ്തു എന്ന് പറയേണ്ടി വരുമോ? ഇതെല്ലാം ഈ കാര്യങ്ങളെ സംബന്ധിച്ച് കേരളത്തിലെ സർക്കാർ തലത്തിൽ ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടക്കട്ടെ. ആ അന്വേഷണം നടന്നിട്ട് മറ്റു കാര്യങ്ങളുണ്ട്. ഞാനിതിൽ ഒരു ഒറ്റ മിനിറ്റ് കൊണ്ട് ചില കാര്യങ്ങൾ പറയട്ടെ. ഈ 2010, 2011 മുതൽ 2014, 2015 വരെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന UDF ഗവൺമെൻറ്റായിരുന്നു. ആ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്തുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിലെ ക്രമക്കേടുകളെ സംബന്ധിച്ച് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ ഒരു റിപ്പോർട്ടിൻ്റെ ഒരു ഭാഗമായി തന്നെ അത് ഉൾപ്പെടുത്തി. അങ്ങനെ ആ റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് 2016 ഈ ഓഡിറ്റ് റിപ്പോർട്ട് കേരള നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു. അതോടുകൂടി ഇത് പബ്ലിക് ഡോക്യുമെൻ്റ് ആവുകയാണ്. തുടർന്ന് 1ാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഈ ഗുണഭോക്തൃ പട്ടിക ശുദ്ധീകരിക്കാനും അനർഹരെ ഒഴിവാക്കാനും അർഹരായ മുഴുവൻ പേരെയും ആ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനും ആവശ്യമായ ശക്തമായ നടപടികൾ തുടങ്ങി. തുടർന്നാണ് വിവിധ തലങ്ങളിൽ ആരംഭിച്ച പരിശോധനകൾ. അതിൻ്റെ ഭാഗമായിട്ടാണ്, അതിൻ്റെ ഫലമായി കണ്ടെത്തിയത് മരണപ്പെട്ടവരുടെ പേരിൽ പെൻഷൻ കൈപ്പറ്റുന്ന അടക്കം കണ്ടെത്തി അത് തടഞ്ഞു. ഈ വാർഷിക മസ്റ്ററിംഗ് വന്നു. മുമ്പ് ഇതില്ലായിരുന്നില്ല അല്ലെ, മനസ്സിലാക്കണം. അങ്ങനെ തുടർന്നാണ് ഈ വാർഷിക മസ്റ്ററിംഗ് വന്നത്. ആ വാർഷിക മസ്റ്ററിംഗ് കൊണ്ടുവന്ന വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ മാനദണ്ഡങ്ങളിൽ വ്യക്തത വരുത്തി. ഒരു ക്രൈറ്റീരിയ അതെല്ലാം അത്തരത്തിൽ വന്നു. അത് സംബന്ധിച്ച് ചില ആളുകൾക്കൊക്കെ എതിർപ്പുണ്ടായിരുന്നു. പക്ഷേ മാനദണ്ഡം വന്നു. പെൻഷനുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് ഒറ്റ ഉത്തരവാക്കി ഇക്കാര്യങ്ങൾ ഇറക്കി. അങ്ങനെ വിവിധ ഘട്ടങ്ങളിൽ അനർഹരായിട്ടുള്ള ആളുകളെ അവർക്ക് അവർക്ക് വോളണ്ടറിയായി തന്നെ അനർഹരായിട്ടുള്ളവർക്ക് പട്ടികയിൽ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള അവസരങ്ങൾ നൽകി. എന്നിട്ടും അങ്ങനെ ഒഴിഞ്ഞു പോകാതെ വന്ന പല ആളുകളെ സംബന്ധിച്ചും പിന്നീട് ഈ പരിശോധനയും മറ്റു കാര്യങ്ങളും വന്നു. ഇനി ഇതിൻ്റെ മാനദണ്ഡങ്ങളുണ്ട്. 1, അപേക്ഷകൻ്റെ കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കവിയരുത്. രണ്ടാമത്, അപേക്ഷകൻ സർവീസ് പെൻഷനറോ കുടുംബ പെൻഷൻ ലഭിക്കുന്നവർ ആകരുത്. 4000 രൂപ വരെ എക്സ്ഗ്രേഷ്യ അല്ലെങ്കിൽ NPS പെൻഷൻ വാങ്ങുന്നവർക്ക് ഈ നിബന്ധന ബാധകമല്ല. അപേക്ഷകൻ ആദായ നികുതി നൽകുന്ന വ്യക്തിയാകരുത്. 100 cc കൂടുതൽ എഞ്ചിൻ കപ്പാസിറ്റി ഉള്ള ടാക്സി അല്ലാത്ത 4 അതിലധികമോ ചക്രങ്ങളുള്ള വാഹനങ്ങൾ, അംബാസഡർ കാർ ഒഴികെ സ്വന്തമായി അല്ലെങ്കിൽ കുടുംബത്തിലുള്ള വ്യക്തി ആകരുത്. അപേക്ഷകൻ
യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ മറ്റു സംസ്ഥാന സർക്കാർ എന്നിവിടങ്ങളിൽ നിന്നും ശമ്പളം അല്ലെങ്കിൽ പെൻഷൻ അല്ലെങ്കിൽ കുടുംബ പെൻഷൻ ലഭിക്കുന്ന വ്യക്തി ആകരുത്. മറ്റ് സാമൂഹ്യക്ഷേമ പെൻഷനുകൾ ഒന്നും തന്നെ ലഭിക്കുന്നവർ ഇതിൽ അർഹരല്ല. അംഗപരിമിതി ഉള്ള ആളുകൾക്ക് ഇത് ബാധകമല്ല. EPF ഉൾപ്പെടെ പരമാവധി 2 പെൻഷന് മാത്രമേ അർഹതയുള്ളൂ. വ്യത്യസ്ത പ്രാദേശിക സർക്കാരുകളിൽ നിന്ന് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റാൻ പാടില്ല. 2000 ചതുരശ്രടിയിൽ കൂടുതൽ വിസ്തീർണമുള്ളതും ആധുനിക രീതിയിൽ ഫ്ലോറിംഗ് നടത്തിയതുമായി ഇത് നോക്കി വേണം കൊടുക്കാൻ. അതിന് പറ്റുന്ന ഉദ്യോഗസ്ഥരാണോ എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നോക്കേണ്ടത്. അവരെ നയിക്കാനും തെറ്റുകൾ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൂടിയാണോ ഈ ഭരിക്കുന്നവർ ഭരിക്കുന്നത് എന്നുകൂടി അറിയണം. ശ്രീ MV ശശിധരൻ, ഇപ്പോൾ പറഞ്ഞതുപോലെ ഉദ്യോഗസ്ഥരുടെ അഴിമതി അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അഴിമതി ഉണ്ടെങ്കിൽ അതിനെതിരെ നിങ്ങൾ നാളെ മുതൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ പറയാൻ പോകുമ്പോൾ ചവറ ജയകുമാറൊക്കെ പറയാൻ പോകുന്നത് ഈ ക്ഷാമബത്ത ഇതുവരെ കിട്ടാനുള്ളത് ഈ ശമ്പള പരിഷ്കരണം ഇതൊക്കെ തരാതിരിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് കാണിക്കുന്നത് എന്നാണ്. നിങ്ങളെന്ത് പറയും? അത് നമ്മുടെ കാതലായ വിഷയത്തിൽ നിന്നുള്ള ഡൈവേർഷനായിട്ട് മാത്രമേ അതിനെ കാണാൻ പറ്റുകയുള്ളൂ. ജീവനക്കാരുടെ ആനുകൂല്യങ്ങളും അവകാശങ്ങളും നിഷേധിക്കുന്ന പ്രശ്നമില്ലെന്ന് വളരെ കൃത്യമായിട്ട് തന്നെ മുഖ്യമന്ത്രി നിയമസഭയിൽ ചട്ടം 300 പ്രകാരം പറഞ്ഞു. ഇനി ശമ്പള പരിഷ്കരണം സംബന്ധിച്ചാണെങ്കിൽ ശമ്പള പരിഷ്കരണം 1/7/24 മുതലാണ് നടപ്പിലാക്കേണ്ടത്. ഇവിടെ എല്ലാ ശമ്പള പരിഷ്കരണങ്ങളും നേരത്തെ തന്നെ 1/7/24 എന്ന് ചവറ ജയകുമാർ പറയുമ്പോൾ ഒരു 8ാം ശമ്പള പരിഷ്കരണത്തിലേക്ക് പോകേണ്ടി വരും. അതല്ലല്ലോ ഇവിടെ വിഷയം. 1/3/2002 കിട്ടേണ്ട ശമ്പള പരിഷ്കരണമാണ് 1/7/4. ഇനി ഈ ശമ്പള പരിഷ്കരണങ്ങളെല്ലാം ഗവൺമെൻറ്റിൻ്റെ കാലാവധി കഴിയുന്ന ഘട്ടങ്ങളിലാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് എന്നും നാം കാണേണ്ടതുണ്ട്. അതല്ല വിഷയം എന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്നാൽ ഇവിടെ വിഷയം അഴിമതി നടത്തുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്തൊരു സംഗതിയാണ്. അതിനെതിരെ NGO യൂണിയന് വളരെ കൃത്യമായി പറയാൻ പറ്റും, ഞങ്ങൾ അഴിമതിരഹിതവും കാര്യക്ഷമവും ജനോപകാരപ്രദവുമായ ഒരു സിവിൽ സർവീസിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിലാണ്. ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഇത്തരത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ വില്ലേജ് ഓഫീസുകൾ, കൃഷിഭവനുകൾ തുടങ്ങി സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ പങ്കെടുക്കുന്ന, ജനങ്ങൾ എത്തിച്ചേരുന്ന ഓഫീസുകളെ അഴിമതിരഹിതമാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുകയാണ്. ഒന്നുകൂടി പറയട്ടെ, അഴിമതി നേരത്തെ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പൈസ വാങ്ങില്ല, മറ്റുള്ളവർ എന്തോ ചെയ്യട്ടെ എന്നതാണ്. അതല്ല ശരി. മറ്റുള്ളവർ അഴിമതി കാണിക്കുന്നത് കൂടി ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞങ്ങൾ അതിനുള്ള ഒരു ധൈര്യമാണ് വേണ്ടത്. നമ്മുടെ സംസ്ഥാനത്തെ സർക്കാരിൻ്റെ നല്ല പ്രവർത്തനങ്ങളെ രാഷ്ട്രീയം മറന്നുകൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ അതാണ് എല്ലാവരും ചെയ്യേണ്ടത്. ശ്രീ ചവറ ജയകുമാർ, ആ കാര്യം കൊണ്ടുവരുമോ? നിങ്ങൾ രാഷ്ട്രീയം കലർത്തുമോ ഇതിനകത്ത്? ഞങ്ങളിതിൽ രാഷ്ട്രീയമൊന്നും കലർത്തില്ല. ഇപ്പോൾ ഗവൺമെൻറ് മുമ്പിൽ നിൽക്കുന്ന നവീൻ ബാബുവിൻ്റെ കേസ് തന്നെ എടുക്കുക. അഴിമതിക്കെതിരായി അല്ലെങ്കിൽ അഴിമതി വിരുദ്ധ നിലപാട് സ്വീകരിച്ച ഒരു ADMൻ്റെ അവസ്ഥയാണ്. ഇവിടെ ഭരണതലത്തിലിരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കെല്ലാം ഇത്തരത്തിൽ സമ്മർദ്ദമുണ്ട്. രാഷ്ട്രീയ പ്രേരിതമായ സ്ഥലം മാറ്റം കൊണ്ട് പൊറുതിമുട്ടുകയാണ് ആളുകൾ. പുതുതായി സർവീസിൽ വരുന്ന ആളുകളും ഒക്കെ ഇത്തരത്തിലുള്ള ഈ അമിതമായ രാഷ്ട്രീയ ഇടപെടൽ മൂലം തീർച്ചയായിട്ടും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. അതൊക്കെ ഇവിടെ നടക്കുന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ അതിൻ്റെ റിസൾട്ട് പ്രതിഫലിച്ചിട്ടുണ്ട്. സർവീസിലുള്ളവരുടെ വോട്ടെണ്ണുമ്പോൾ മഹാഭൂരിപക്ഷത്തിൽ നിലവിലുള്ള സംവിധാനത്തിനെതിരായിട്ട് വോട്ട് രേഖപ്പെടുത്തുകയാണ്. 64,000 കോടി രൂപ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ അടിച്ചുമാറ്റിയ ഗവൺമെൻറ്റാണ്. ഫിസ്ക്കൽ കൺസോളിഡേഷൻ ഉണ്ടായി സാമ്പത്തിക ഉണർവ് വന്നത് ഞങ്ങളുടെ കുടുംബങ്ങളിൽ പച്ചരി വാങ്ങാനുള്ള കാശ് എടുത്തു വെച്ചിട്ടാണ്, അത് പിടിച്ചു വച്ചിട്ടാണ്. അത് ഇവിടെ ആരെങ്കിലും കയറി ഇരുന്ന് പറഞ്ഞുകൊണ്ട് തീരുന്നതല്ല. 19% ക്ഷാമബത്ത കൊടുക്കാനുണ്ട്. ഇവിടെ 2019 ശമ്പള പരിഷ്കരണത്തിന് കുടിശ്ശിക കൊടുക്കാനുണ്ട്. ഇങ്ങനെ ആനുകൂല്യങ്ങളെല്ലാം കവർന്നെടുത്തുകൊണ്ട് എത്ര നാൾ പോകാൻ കഴിയും? 2 രൂപ സെസ് മേടിച്ചതല്ലേ? പെട്രോളും ഡീസൽ 1 ലിറ്റർ അടിക്കുമ്പോൾ സാധാരണക്കാർ അതിലെല്ലാവരും വരത്തില്ലേ? ക്ഷേമ പെൻഷൻ കൊടുക്കുക. എത്ര തവണയായി മുടങ്ങിക്കിടക്കും? നിത്യോപയോഗ സാധനങ്ങളുടെ വില എവിടെയാണ്? ഇവിടെ ആർക്കെങ്കിലും തൊഴിലുണ്ടോ? എല്ലാവരും സംസ്ഥാനം. പക്ഷെ അതേസമയം പാവപ്പെട്ട പെൻഷൻ വാങ്ങുന്ന, ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ വീട്ടിലും പച്ചരി വാങ്ങണമെന്നൊരു ബോധ്യത്തോടു കൂടി കൃത്യമായ രേഖകൾ പരിശോധിച്ച് പാഴായി പോകുന്ന പണം
തിരിച്ച് സർക്കാർ ഖജനാവിലേക്ക് എത്തിക്കാൻ കൂടി എല്ലാ ജീവനക്കാർക്കും ബാധ്യതയുണ്ട്. ഡോക്ടർ സമ്പത്ത്, അവസാനത്തെ ഒരു മിനിറ്റാണ് നമുക്ക്. ഇക്കാര്യത്തിൽ ജനങ്ങൾക്ക് വേണ്ടി 2500 രൂപ പെൻഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിലേക്ക് പോകാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങളുടെ ആവശ്യം? ഇന്ത്യ ഗവൺമെൻറ് BJP ഇതര സംസ്ഥാന സർക്കാരുകളെ ഭരണപരമായും സാമ്പത്തികമായും രാഷ്ട്രീയമായും ശ്വാസം മുട്ടിക്കുകയാണ്. അപ്പോൾ അത് സംബന്ധിച്ച് കേരളത്തിലെ UDF ഈ കാര്യത്തെ സംബന്ധിച്ചൊന്നും മിണ്ടാൻ പോലും തയ്യാറായിട്ടില്ല. നിയമസഭയ്ക്കകത്തായാലും പുറത്തായാലും മിണ്ടാൻ തയ്യാറായിട്ടില്ല. പെൻഷൻ തട്ടിയവർക്ക് ടെൻഷൻ ഉണ്ടാവുക സ്വാഭാവികമാണ്. ഇപ്പോൾ ആരെങ്കിലും ഇപ്പോൾ എന്നെ കണ്ടാൽ കിണ്ണം കെട്ടുമെന്നോ തോന്നുമോ എന്നുള്ളത് ഇല്ല, കിണ്ണം കെട്ടുമെന്നോ തോന്നുന്നില്ല, അണ്ടാവ് ഒഴുങ്ങിയവനാണെന്നോ തോന്നുള്ളൂ എന്നുള്ള നിലയിലേക്ക് ചിലപ്പോൾ നമ്മുടെ ഈ ചർച്ച ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും തോന്നിയാൽ അവരെ കുറ്റം പറയാനായിട്ട് കഴിയില്ല. വളരെ പാവപ്പെട്ട ആളുകളുടെ, അശരണരായ ആളുകളുടെ അത്താണിയാണ് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ. അത് മനസ്സിലാക്കണം. ഓരോരുത്തരും അത്തരത്തിൽ അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള ശമ്പളം, HRA, DA, പെൻഷൻ, മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം പറയുന്നുണ്ട്. ഇന്ത്യയിൽ കൃത്യമായി സർക്കാർ ജീവനക്കാർക്ക്, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പണിയെടുക്കുന്നവർക്ക് അടക്കമുള്ളവർ, അത്തരത്തിലുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ അടുത്ത മാസം പിറക്കുമ്പോഴേക്കും അങ്ങനെ സർവീസ് പെൻഷൻ അടക്കം ലഭിക്കുന്നതായ ഒരു സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് അറിയണം. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും സർക്കാർ ജോലിയിലേക്ക് ചെന്ന് കയറിയാൽ ആദ്യത്തെ 5 കൊല്ലം ഈ ദിവസവേതന അടിസ്ഥാനത്തിൽ പണിയെടുക്കുമ്പോഴാണ് കേരളത്തിൽ പബ്ലിക് സർവീസ് റിക്രൂട്ട്മെൻറ്റ് ഇവിടെ ഈ പറയുന്ന PSC മുഖാന്തരം അത്തരത്തിൽ പൊതുമേഖലയിൽ ജോലിയിലേക്ക് വരുന്നത്. സർക്കാർ മേഖലയിൽ ജനങ്ങളോടാണ് കടപ്പാട്. അത് എല്ലാവരും നമ്മൾ അറിയേണ്ടതായ ഒരു കാര്യമുണ്ട്. ജനങ്ങളുടെ വിഷയമാണ്. ആ ജനങ്ങളുടെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ എൻ്റെ വിഷയമാണ്. ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ ആ ഉത്തരവാദിത്തം കാണിക്കണം സർക്കാർ. ഇല്ലെങ്കിൽ ആ കാര്യത്തിൽ ശക്തമായി ഇടപെടും. ടെൻഷൻ വേണ്ടത് പെൻഷൻ തട്ടുന്നവർക്ക് മാത്രം. വളരെ നന്ദി ഈ ചർച്ചയിൽ ചേർന്നതിന് ഡോക്ടർ A. സമ്പത്ത്, ഒപ്പം ശ്രീ MV ശശിധരൻ, ചവറ ജയകുമാർ, ഒപ്പം ഡോക്ടർ ഹനീഷ. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുകയാണ്.